റോസി, എടാ രാമത്തെ, ഈ വീട്ടിനകത്ത് ആരുമില്ലേ? ഇവിടെ ആർക്കും ചെവി കേട്ടൂടെ? ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വന്നേ. എന്താ മുത്തച്ഛ, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? കാല് കുരുകിപ്പോയി, എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് എടുത്തു കാണാ. അമ്മാ, ഓ, കുരുക്കെടുത്തു കഴിഞ്ഞ പിന്നെ എഴുന്നേപ്പിച്ചൂടെ? ശരി, എണീക്ക്. കൈ കൈ കൈ. സന്യാസിനി നിന്റെ പുണ്യാശ്രമ. ഇതിനൊന്നും ഒരു കുറവുമില്ല. വയസ്സാം കാലത്ത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതിന് എക്സസൈസ് യോഗ എന്ന് പറഞ്ഞാൽ അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു പറഞ്ഞ് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താടാ ഇവിടെ ഒരു ബഹളം? ഇവനോടല്ലേ? ഡാഡി, നിങ്ങൾ ചുമ്മാതിരിക്കേ. എന്താടാ മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ? തല്ല് വാങ്ങരുത് എന്റെ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. മോസസ്, ഓടിയോ നീ? ഓടിയോടാ നീ? മമ്മി, ഞങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ആഹാരമില്ല. എന്താ? എന്താന്നോ? എന്ത് മാർക്കാടാ ഈ വാങ്ങി വെച്ചിരിക്കുന്നേ? 6, 7. അവന് കണക്കില് വട്ടപൂജ്യം. വന്ന് നിങ്ങൾക്ക് കളികൾ കുറച്ച് കൂടുതലാ. ഒരു നേരം ആഹാരം കിട്ടാതെ വരുമ്പോഴേ നിങ്ങൾ മര്യാദ പഠിക്കും. അപ്പൊ മാർക്ക് കുറച്ച് വാങ്ങിച്ചാ ആഹാരം കിട്ടില്ല, അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെ. മമ്മി ഇപ്പൊ പറഞ്ഞില്ലേ 6 മാർക്ക് 7 മാർക്ക് എന്നൊക്കെ. ഈ മാർക്കൊന്നും ഇവരുടേതല്ല. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ പഠിച്ചിരുന്നപ്പോ വാങ്ങിയ മാർക്കായത്. ഇപ്പൊ ഈ പറഞ്ഞ മാർക്ക്ഷീറ്റ് പോലും അച്ഛൻ്റെയാ. ആരും കാണാതെ അച്ഛൻ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നതാ. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു. ഇവരുടെ മാർക്ക്ഷീറ്റാണ് ദാ ഇത്. രവിക്ക് 70, മീനയ്ക്ക് 60. ഇന്ന് മുതല് നിങ്ങളുടെ ഭർത്താവിന് ആഹാരമില്ല. എന്താ അല്ല മുത്തച്ഛ? അത് തന്നെ. 6 മാർക്ക് 7 മാർക്ക് പാസ് മാർക്കൊക്കെ വാങ്ങിയിട്ട് എന്നോട് കള്ളം പറഞ്ഞിരിക്കുന്നു കുരുത്തം കെട്ടവൻ. എന്തവൻ ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ. എന്താ മാർക്ക് കീർക്കുന്നൊക്കെ സംസാരം? ഒന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ പേപ്പർ വന്നു. മീനയ്ക്ക് 60 മാർക്കുണ്ട്. നമ്മുടെ രവിക്കാണെങ്കിൽ 70 മാർക്ക് കിട്ടി. എന്താടാ 60-70 മാർക്കെന്നൊക്കെ? ഞാൻ പഠിക്കുന്ന സമയത്ത് 90 മാർക്കിൽ കുറയാതെ വാങ്ങുമായിരുന്നു, അറിയോ? കണക്കിൽ മാത്രം ഞാൻ 100-ൽ 100 മാർക്ക് വാങ്ങുമായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് എന്നെ പോലെ നല്ല മാർക്ക് വാങ്ങണം, മനസ്സിലായോ? സൈഡിൽ ഒരു ഉളുക്ക് വിടുന്ന പോലെ. നമസ്കാരം സാർ. വണ്ടിയുടെ പുറകെ നമ്മുടെ വണ്ടി പോകാൻ പാടില്ല. ഒന്ന് വേഗം പോടും. നിനക്ക് ഈ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ വണ്ടിയോട് നമ്മൾ തോൽക്കരുത്. അവൻ ജയിച്ചു കളഞ്ഞല്ലോടാ.
സാർ ഉം. നമസ്കാരം സാർ. എന്താടോ? ഈ അഡ്രസ് എവിടെയായിരുന്നു നോക്കി പറയൂ. നമ്പർ 17 ഗാന്ധിനഗർ. സ്റ്റീഫൻ. സ്റ്റീഫൻ തന്നെ സാർ. നിനക്ക് എത്ര ധൈര്യമുണ്ടടാ അവന്റെ അഡ്രസ് എന്നോട് വന്ന് ചോദിക്കാൻ? എവിടെ അടിച്ചത്? ഇവിടെ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അഡ്രസ് അവനോട് പോയി ചോദിച്ചേ? പൂച്ചട്ടി വേണ്ട, തേങ്ങയും വേണ്ട, എടുത്തല്ലോ പടാ. അല്ലേ ചേച്ചി, ഒരാൾ ഹിന്ദു ഒരാൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ അടികൂടേണ്ട കാര്യമുണ്ടോ? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കാലത്ത് എല്ലാവരെയും പോലെ ഇവര് സന്തോഷത്തോടെ തന്നെയാ ജീവിച്ചത്. രണ്ട് വീട്ടുകാരും നല്ല ഒത്തൊരുമയിലായിരുന്നു. ഒന്നിച്ച് ആഹാരം കഴിച്ചും ഒന്നിച്ച് കളിച്ചും ജീവിച്ചു. ഇങ്ങനെ രണ്ടു കുടുംബം ഒരുമിച്ച് പോയ കാലത്ത് ആ വീട്ടില് ജാനകി എന്നൊരു പെണ്ണുണ്ടായിരുന്നു. അതായത് വാസുദേവന്റെ അനിയത്തി. ചേട്ടാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാവേ. പോയിട്ട് വാ. കാറിലല്ലേ മോളെ പോകുന്നത്? തൊട്ടടുത്തല്ലേ അച്ഛാ, ഞാൻ നടന്നു പോയിട്ട് വരാം. ശ്രദ്ധിച്ചു പോ മോളെ. അതേപോലെ മറ്റേ വീട്ടില് മൂത്തൊരാളുണ്ടല്ലോ, സ്റ്റീഫൻ. അയാൾക്ക് റാവത്ത് എന്നൊരു മോനുണ്ടായിരുന്നു. അതായത് മോസസിന്റെ അനിയൻ. എടാ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എപ്പോഴും അടിയാണല്ലോടാ. ഞാൻ പിയാനോ വായിക്കുന്നത് ശരിയല്ലെന്നാ ചേട്ടൻ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. എൻകറേജ് ചെയ്യാൻ അറിയില്ലല്ലേ? ഡേയ്, നീ പിയാനോ നല്ല ഭംഗിയായി വായിക്കുന്നുണ്ട്, എന്നെ പോലെ. അച്ഛനോ? പിയാനോ? അച്ഛൻ പിയാനോ വായിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. പിയാനോന്ന് എഴുതി വെച്ചാ നന്നായിട്ട് വായിക്കും. ആന്റണി. അപ്പൊ ഈ റാവത്തും ജാനകി എന്താ ചെയ്തെന്നറിയോ? നമ്മുടെ രണ്ടുപേരുടെ അച്ഛന്മാര് തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്, അമ്മമാര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും എന്താ അച്ഛനും അമ്മയായിട്ട് ജീവിച്ചൂടാത്തേന്നൊരു സംശയം. മനസ്സിലായില്ല. അത് തന്നെ, രണ്ടും കൂടെ പ്രേമിച്ചു. എന്നിട്ടെന്താ, ഇവരുടെ കാര്യം രണ്ട് വീട്ടുകാരും എങ്ങനെയോ അറിഞ്ഞു. രണ്ടു കൂട്ടരും തമ്മിൽ വഴക്കുണ്ടായത് മാത്രം മിച്ചം. പിള്ളാര് രണ്ടുപേരും തമ്മില് കല്യാണം കഴിച്ച് നാട് വിട്ടു. അന്നു പോയതാ. ഇപ്പൊ 25 വർഷമായി. ആ പിള്ളാരെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ഇല്ല. എന്തായാലും അവർ രണ്ടുപേരും ഒന്നായി. അവരുടെ കല്യാണത്തിന് ശേഷം ഒന്നിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ രണ്ടായി. എടുത്തോണ്ട് വാ. സാർ, പോസ്റ്റ്. സാർ, പോസ്റ്റ്. എനിക്കാണോ? അതെ സാർ. ആരാടാ അയച്ചത്? രാജ, പാലക്കാട്. അതാര് രാജ? ആരുടെ കത്താച്ച? നമ്മുടെ ജാനകിയുടെ മോനയച്ചതാ. ഏത് ജാനകി? അതേ മോനെ, നിന്റെ അനുജത്ത് ജാനകി. സ്നേഹമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും മാമനും മാമിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നു. എന്ന് നിങ്ങളുടെ പേരക്കുട്ടിയും 25 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹിച്ച് കല്യാണം കഴിച്ച റോബർട്ടിന്റെയും ജാനകിയുടെ മകൻ രാജ. ആരാ അമ്മ വരുന്നത്? അത് നിന്റെ മാമനോ മോനെ? മാമനോ? ആരാണ് ഇതിന്റെ മാമൻ? എന്നെന്റെ വാക്ക് കേൾക്കാതെ ആ ക്രിസ്ത്യാനി പയ്യനോട് ഒളിച്ചോടി പോയോ, അന്ന് തൊട്ട് അവളും ഈ വീടുമായുള്ള ബന്ധം അവസാനിച്ചു. അവളെ തന്നെ നമ്മൾ മറന്നു കഴിഞ്ഞു. പിന്നെന്തിനാടി അവന്റെ മകൻ സ്വന്തം പറഞ്ഞു വരുന്നത്? ഈ വീട്ടിലുള്ള എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്. ആ ഒളിച്ചോടിപ്പോയവളുടെ മകനെ പേരക്കുട്ടി, ചെറുമകൻ, മാമൻ എന്നൊക്കെ പറഞ്ഞ് ബന്ധം പിടിച്ച് വന്നാലുണ്ടല്ലോ, അവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല.
പേരക്കുട്ടിയാണ് പോലും, പേരക്കുട്ടി. അവന്റെ നിഴൽ പോലും ഈ വീട്ടിൽ വരാൻ പാടില്ല. പറഞ്ഞേക്കാം. ആ കേട്ടോ നീ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്ന് കേട്ടോ നീ? മുത്തശ്ശി അവിടെയാ നിൽക്കുന്നേ. അവിടെ കൊണ്ടുവിടറ എന്നെ. ഈ വീട്ടില് ആരാണ് ഈ മുതിർന്ന പുരുഷൻ? അവനാണോ മുതിർന്ന ആള് അതോ ഞാനാണോ മുതിർന്ന ആള്? ഒരാളിനെ വീട്ടിൽ കയറ്റണമെന്ന് തീരുമാനിക്കാനും കയറ്റണ്ടെന്ന് തീരുമാനിക്കാനും അവനാര്? നോക്ക്, ഈ വീട്ടിലെ ഏത് കാര്യവും ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നു, ആ ലെറ്റർ അയച്ച പയ്യനെ ഈ വീട്ടില് കയറ്റാൻ പാടില്ല. എന്താ മുത്തശ്ശി നോക്കുന്നേ? അല്ല, പേരക്കുട്ടി വരുന്നെന്ന് കത്തുണ്ടായിരുന്നു. എങ്ങനെ വരുന്നെന്ന് അറിയില്ലല്ലോ. മാഡം, മാഡം അല്പം സൗണ്ട് കുറയ്ക്കുന്നേ, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കി. ബസ്സിലിരിക്കുമ്പോ ഓളയും കുറച്ച് വെച്ചാ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെവി പൊത്തി പിടിച്ചോ. മ്യൂസിക്കിനെ പറ്റി അറിയാത്ത ജന്മങ്ങൾ. മ്യൂസിക്കിനെ പറ്റി അത് നമുക്ക് അളിയാ, നീ ഒരു സംഗതി എടുത്ത് പുറത്തിട്ടോട്. ഒരു 5 രൂപ കൂടുതൽ താ സാറേ. എന്തിന്? തിരിച്ച് ഞാൻ ഒറ്റയ്ക്കല്ലേ സാറേ പോണ്ടത്. ഏടാ, നീ തനിച്ച് പോണെന്ന് കരുതി ഒരു പെണ്ണിനെ കൂടെ കൂട്ടി വിടാൻ പറ്റുമോ എനിക്ക്? പോടാ. നമസ്കാരം. മുത്തശ്ശ, മുത്തശ്ശ, ഇവിടെ വാടകയ്ക്ക് വീട് കിട്ടോ? വീടൊക്കെ കിട്ടും, പക്ഷെ നിങ്ങൾക്കാരും തരുമെന്ന് തോന്നുന്നു. അതെന്താ? അതങ്ങനെ. ഇവിടെയുള്ള ഒരുത്തൻ്റെ നോട്ടവും ശരിയല്ല. ഇവരൊക്കെ വേറെ രീതിയിലാണ് ഡീൽ ചെയ്യാൻ. വാ ചേട്ടോ, എങ്ങനെയുണ്ട്? സുഖാണോ? സുഖം തന്നെ. അനിയാ, നിന്നെ എനിക്ക് അങ്ങോട്ട് എന്ത് ചേട്ടാ, അതിനിടയ്ക്ക് എന്നെ മറന്നോ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗുരുവായൂർ വെച്ച് കണ്ടിട്ട് മസാല ദോശ കഴിച്ച് പിരിഞ്ഞത് ഓർമ്മയില്ലേ? ഗുരുവായൂർ ഞാൻ പോയിട്ടേ ഇല്ലല്ലോ. ഈ ചേട്ടാ ഭയങ്കര കോമഡിയാ. കോമഡി വിട് ചേട്ടാ, കോമഡി വിട്. അപ്പൊ ഞാനല്ലേ ഗുരുവായൂർ പോയി മസാല ദോശ തന്നത്? അപ്പൊ ഇയാളുടെ കൂടെ ഗുരുവായൂർ പോയി മസാല ദോശ തന്നത് ആരാ? അത് വേറെ ആരെങ്കിലും രണ്ടുപേരായിരിക്കും. നമുക്കിപ്പോ എന്താ കാര്യം? നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒന്നുമില്ല ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ? ഉണ്ട്, പക്ഷെ നിങ്ങൾക്കില്ല. എന്താ ഞങ്ങൾക്ക് വീട് തരാത്തത്? കമോൺ ടെൽ മീ. അയ്യോ, ഒന്നുമില്ല, വെറുതെ ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതാ, വേറെ ഒന്നുമില്ല. എന്റെ മുത്ത. എന്താണ് സാറേ നമുക്ക് വീട് വാടകയ്ക്ക് കിട്ടാത്തത്? എന്താന്നാ അനിയാ, നീ ആ വലിയ വീട്ടുകാരുടെ പേരക്കുട്ടിയല്ലേ? അതെ. ഇന്നലെ നിന്റെ മാമനും വലിയച്ഛനും കൂടെ വന്ന് നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ തെരുവിൽ ഇവൻ ആരും വീട് കൊടുക്കരുതെന്ന് പറഞ്ഞു. മര്യാദക്ക് നീ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോ. പൊടി. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ,
എന്നെ നിങ്ങളുടെ പേരക്കുട്ടിയായിട്ട് അംഗീകരിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതും ഈ തെരുവിലെ നിങ്ങളുടെ ഒക്കെ കൺവെട്ടത്ത് തന്നെ. ആ കേൾക്കുന്നുണ്ടോ? വാ, മുത്തശ്ശിയുടെ അടുത്ത് പോയി പറയാം. മുത്തശ്ശി, മാമൻ വന്ന് അപ്പുറത്തെ വീട്ടിലെ പടിയിലിരിപ്പുണ്ട്. അതെ, പിന്നെ മോളെ, ഞാൻ മേളിൽ പോയി മുളക് ഉണങ്ങിയോ നോക്കിട്ട് വരാം. ശരി അമ്മേ. അവിടെ എന്താ നോക്കുന്നേ? ഞാൻ പേപ്പറുകാരൻ വരുന്നുണ്ടോന്ന് നോക്കാൻ നിന്നതാ. അവൻ രാവിലെ തന്നെ വന്നിട്ട് പോയല്ലോ മോളെ. ആ, നിന്റെ പേര് തന്നെ കൂട്ടി എഴുതി വായിക്കാൻ നിനക്ക് ഒരാഴ്ച എടുക്കും. പേപ്പർ വായിച്ച് മനസ്സിലാക്കാൻ നിനക്ക് അത്രയ്ക്ക് ജനറൽ നോളജ് ഇമ്പ്രൂവ് ആയോ? പോയിക്കോ, പോയി നിന്റെ ജോലി നോക്ക്. അവിടെ എന്താ നോക്കുന്നേ? നീ പറഞ്ഞില്ലേ പേപ്പറുകാരൻ, അവൻ വരുന്നുണ്ടോന്ന് നോക്കിയതാ. ആ, നോക്കിയല്ലോ. എന്നാ വാ. കഥ അടച്ചിട്ടുണ്ടോന്ന് നോക്കിയതാ. അടച്ചിട്ടുണ്ട്. ആരും നമുക്ക് വീട് നിന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ? പഴയ പോലെ കപ്പലണ്ടിക്ക് അത്ര ടേസ്റ്റ് ഇല്ല. ഇത്ര ടേസ്റ്റൊക്കെ ഉള്ളൂ. എന്തിട്ടീ പുറത്തിറങ്ങിയിരിക്കുന്ന? മണി 8 അയ്യോ, 8 മണിയായോ? ജയപാലേട്ടാ, അതെ, മണി മണി 8 നായരേതാ? മണി 8 എടാ കടലക്കാരാ, മണി 8 അയ്യോ, മണി 8 ഓടിക്കോ ഓടിക്കോ. മണി 8 അറിഞ്ഞില്ലെന്നോ? അയ്യോ, പിടിക്കരുത് പിടിക്കരുത്. പറഞ്ഞേ, എങ്ങോട്ടാണ് ഈ ഓടുന്നേ? ഈ നാട്ടിലെ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. രാത്രി 8 മണിയാകുമ്പോ അയാൾ പാട്ട് കൊടുക്കും മനുഷ്യരെ കൊല്ലാനായിട്ട്. അയാൾ പാട്ട് മേടിച്ച് അയാളെല്ലാം ഓടുന്ന. എന്നെ ഒന്ന് വിടൂ പ്ലീസ്. ഞാൻ വീട്ടിൽ ഒറ്റ മകനാ. ഒരു നാടിനെ ഒരുത്തം പാടി വിറപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് പാട്ടായിരിക്കും? എഴുന്നേക്ക്, എഴുന്നേക്ക്. നിങ്ങളെല്ലാം ഇങ്ങനെ ആസ്വദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ആഹാ, എത്ര മനോഹരമായ സംഗീതം, എത്ര സുന്ദരമായ പാട്ട്. അടുത്ത വീട്ടിലെ ടി വി കേൾക്കുന്ന പാട്ടിനെ കുറിച്ചാണോ നീ പറഞ്ഞേ? അതെങ്ങനെയാണ് നീ കൃത്യമായിട്ട് കണ്ടുപിടിച്ചേ? സാർ, നിങ്ങളെപ്പോലെ 1-ാം നമ്പർ ഗാനഗന്ധർവനെ ഞങ്ങൾ കണ്ടിട്ടേയില്ല സാർ. സാർ, ഇത്രയും വലിയൊരു കഴിവ് വെച്ചിട്ട് ഈ ചെറിയൊരു കുഗ്രാമത്തില് നിങ്ങളെ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു? കുയിലപ്പൊടിച്ചേ കൂട്ടിലടച്ചേ പാട ചൊല്ലുകിற ഉലകം. ഉലകം മയില പിടിച്ചേ കൂട്ടിലടച്ചേ പാട ചൊല്ലുകിற ഉലകം. ഉലകം. എന്റെ കഴിവിനെ ഇത്രമാത്രം മനസ്സിലാക്കിയ നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? മീശയുള്ള ശങ്കരാഭരണമേ, ഈ തെരുവിലെ വീട് വാടക അന്വേഷിച്ച് തളർന്നു. ഒരു പട്ടി പോലും ഞങ്ങൾക്ക് വീട് തന്നില്ല. അങ്ങനെ ഈ നാട് വിട്ട് പോവാന്ന് വിചാരിച്ചപ്പോഴാ ഒരപശ്രുതി, ഒരു തേനാദം കേട്ടത്. അങ്ങനെ ഇങ്ങോട്ട് വന്നേ. എന്താ നിങ്ങൾക്ക് വീട് തരുന്നില്ലേ? ആ, അതേ തേനാദമേ.
ആരാടാത്? അവനെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. രാമകഥാ ഗാനലയം. ആരാടാ എന്റെ ശിഷ്യന്മാർക്ക് വീട് കൊടുക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ വേണ്ടടാ, ഞാൻ കൊടുക്കൂടാ അവർക്ക് വീട്. ഇനി മുതൽ അവർ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കുട്ടികളെ, പെട്ടിയും കിടക്കെ എടുത്ത് അകത്ത് കയറിക്കോ. സാർ കുറച്ചുകൂടെ അകത്തോട്ടേക്കോ. സാറേ, ഇതേ പേരക്കുട്ടി വരുന്നു. ഇന്നെന്റെ ബർത്ത്ഡേയാ. കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ എന്നെ വിഷ് ചെയ്യണം. സ്വീറ്റ്സ് കഴിക്കാം. കണ്ട നായ്ക്കളേക്ക് എന്തിനാടാ നമ്മുടെ തോട്ടത്തിലേക്ക് കയറ്റി വിട്ടത്? അച്ഛാ, 12 മണിക്ക് മേശിരി വരും. അയാൾക്ക് പൈസ കൊടുത്തേക്ക്. ശരി മോനെ. ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. ഇല്ലമ്മേ, ഉച്ചയ്ക്ക് ഞാൻ കാണില്ല. എന്താ മോനെ ഇങ്ങനെ? ഇന്നെന്റെ പിറന്നാളാ. എല്ലാവർക്കും സ്വീറ്റ്സ് തന്നിട്ട് അനുഗ്രഹം വാങ്ങാനാ വന്നത്. സ്വീറ്റ്സ് എടുത്തോളൂ. നീ പോയി അതിങ്ങ് എടുത്തോണ്ട് വാ. അയ്യോ സാറേ. പോയിട്ടോടാ. ആ, എന്താ പറഞ്ഞേ? ഇന്ന് നിന്റെ പിറന്നാളാണോ? എന്താ നക്ഷത്രം? പൂര നക്ഷത്രം. എന്താ രാശി? മേടരാശി. അല്പം നിക്ക്, സമ്മാനം എടുക്കാൻ പോയിരിക്കുക. ശരി. ഇതെന്താണെന്നറിയോ? വിഷം. നിന്റെ കൈകൊണ്ട് മധുരം കഴിക്കുന്നതും ഇത് കഴിക്കുന്നതും ഒന്നു തന്നെ. കഴിക്കണോടാ ഞാൻ. പാവം എന്റെ കൊച്ച് ആകെ വിഷമിച്ച പോകുന്നത്. അതെ, നിങ്ങളെങ്കിലും നമ്മുടെ കൊച്ചുമോനെ ചെന്ന് ഒന്ന് അനുഗ്രഹിച്ചിട്ട് വരാവോ? വരുന്നവനെ പോകുന്നവനൊക്കെ ആശീർവദിക്കലാണോ എന്റെ ജോലി? പൊടിയകത്ത് കഷ്ടം. ആരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ വീട്ടിലൊന്നും ശരിയല്ല. വന്നത് ശരിയല്ല, നിന്നത് ശരിയല്ല. എന്തു പറ്റി? നീ ഒരു കാര്യം ചെയ്യണം. നീ ഈ വീട് നോക്കിക്കോ. ഞാൻ വീടിന്റെ പുറവിൽ കൂടെ കോവിലിൽ പോയി പേരക്കുട്ടിക്ക് വേണ്ടി ഒരു അർച്ചന ചെയ്തിട്ട് വരാം. ശരി അമ്മേ. എന്റെ പേരക്കുട്ടിയുടെ ജന്മദിനമാണെന്ന്. അവന്റെ പേരിലൊരു അർച്ചന നടത്തണം. പേര് രാജ, നക്ഷത്രം പൂരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനെ സർവവിഘ്നോഹ ശാന്തി. ഓം ദേവി നമഃ. ഓം ദേവി. ദേവി അർച്ചന ചെയ്യാൻ വന്ന ഭക്തി ഒഴുകുന്നു. തുടയ്ക്ക്. എന്താ വിശേഷം? എന്റെ പേരക്കുട്ടിക്ക് ജന്മദിന. അവന് ദീർഘായുസുണ്ടാകാൻ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പേരക്കുട്ടിക്ക് ജന്മദിന എല്ലാരും കഴിക്കേ. എനിക്കില്ലേ?
മോന്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. നീ നിന്റെ അമ്മയെ പോലെ തന്നെയാ ഇരിക്കുന്നത്. കണ്ണ്, മൂക്ക്, കാത് എല്ലാം അസൽ ജാനകി പോലെ തന്നെ. അതേന്നേ. കുറച്ചുകൂടി കഴിക്കും മോനെ. ഇതാ മോനെ. മതി മുത്തശ്ശി. ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങളാ. മതി മതി മതി. മോന്റെ അച്ഛന്റെ അഡ്രസ് ഒന്ന് തരൂ. എന്തിനാ മുത്തശ്ശി? ബാംഗ്ലൂരില് ജോൺസൺ എന്നൊരു ബന്ധു എനിക്കുണ്ട്. അയാൾക്കൊരു മോളുണ്ട്, നല്ലൊരു സുന്ദരി കുട്ടി. അവളെ നിന്നെ കൊണ്ട് കെട്ടിച്ചാലോന്ന് ആലോചിക്കുക. എനിക്ക് കല്യാണോ? നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ആലോചിച്ചു. അവസാനം ഈ ഒരു വഴിയെ എനിക്ക് തോന്നിയത്. ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടല്ലേ നിന്റെ ഡാഡിയോട് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വെറുപ്പ് തോന്നിയത്. നീയൊരു ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിച്ച പയ്യൻ നമ്മുടെ ആളാണെന്ന് കരുതി നിന്റെ മുത്തശ്ശന് നിന്നോടൊരു സ്നേഹം വരും. അങ്ങനെ നിന്നെ കുടുംബത്തിലും കേറ്റും. ഞാൻ ഈ പറഞ്ഞ കല്യാണക്കാര്യം ഞാൻ ജോൺസണോട് സംസാരിക്കട്ടെ? മുത്തശ്ശി ഒരു മിനിറ്റ്. കുറയ്ക്കാതരാ, ഞാനിവിടെ നിൽക്കല്ലേ. മുത്തശ്ശനാ? അയ്യോ, ആ ഓൾഡ് മാൻ എന്നെ ഇവിടെ വെച്ച് കണ്ട അയ്യാക്ക് ഭ്രാന്താവും. ഗോപി, പ്ലീസ് ഡോണ്ട് ടെൽ ഹിം. ഞാൻ പുറകിലൂടെ പൊയ്ക്കോളാം. പോയിട്ട് വരട്ടെ. ശരി മുത്തശ്ശി. മോനെ, കല്യാണക്കാര്യം. പോടാ പോടാ. വരൂ മുത്തശ്ശ. മുത്തശ്ശൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. അത് പിന്നെ പട്ടി ഒരുത്തൊരു കയറിയതാ. ഇവിടെ ഒന്നും നായെ കാണുന്നില്ലല്ലോ. നന്ദി കെട്ടവൻ പോയി. അത് പോട്ടെ മുത്തശ്ശ, അകത്തേക്ക് കയറി വാ. വലിയ മഹാരാജാവിന്റെ കൊട്ടാരമില്ലേ, അകത്തേക്ക് ഞാൻ വരില്ല. അല്ല മുത്തശ്ശ, കയ്യിലെന്താ? നിനക്ക് തന്നെ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ. ആസ് എ ഓൾഡ് മാൻ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മുത്തശ്ശ. ഇവരിപ്പോ എന്താ ഇവിടെ കാര്യം? എന്താ മുത്തശ്ശി? അല്ല, ആ മേരി ഉണ്ടല്ലോ നിനക്ക് കല്യാണം ആലോചിക്കുന്നെന്ന് എന്നോട് വേലുഭാഗത്തിൽ പറഞ്ഞല്ലോ, സത്യമാണോ? മുത്തശ്ശിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് വെറുതെ പറയുന്നതായിരിക്കും. അതെനിക്ക് തോന്നി. നീ അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. ഇല്ലല്ലോ. ഞാൻ നിനക്ക് നമ്മുടെ കേശവൻ ചേച്ചി ഉണ്ടല്ലോ, അയാളുടെ മോളെയാ നോക്കി വെച്ചിരിക്കുന്നെ. സത്യം പറഞ്ഞ എന്റെ കൊച്ചുമോളെ കണ്ടാ നിന്നെ കല്യാണം കഴിപ്പിക്കേണ്ടത്. അതിന് നിന്റെ മാമനൊന്നും സമ്മതിക്കില്ലല്ലോ. ഇതുമാതിരി ഒരു കല്യാണം നടത്തിയിട്ട് ആദ്യം നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ, അതിനുശേഷം വീട്ടിലേക്ക് തന്നെ വരാല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നല്ല ഐഡിയ ഒക്കെ തന്നെയാ. തയ്യാറാണെന്ന് പറ മോനെ. ഞാൻ ഇപ്പൊ വരാവേ, ഒരു മിനിറ്റ്. എന്താ മുത്തശ്ശി? രാജ, ആ തൈര് സാധകത്തിനോട് നിനക്ക് എന്താ എത്ര സംസാരിക്കേ? ഡോൺ ടോക്ക്. ഞാനൊന്നും പോയതല്ല, അവരിങ്ങോട്ടൊന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാന്നേ. അതാ ഞാനും വിചാരിച്ചേ. സ്റ്റുപ്പിഡ് ലേഡി. അതിരിക്കട്ടെ, ഞാൻ കല്യാണക്കാരൻ പറഞ്ഞില്ലായിരുന്നോ? നീ എന്ത് തീരുമാനിച്ചു? അയ്യോ, ഇങ്ങോട്ട് വാ. ഇതൊരു തലവേദന ആയാലോടാ. അവര് പറയുന്ന പെണ്ണിനെ കെട്ടിയ ഇവർക്ക് ഇഷ്ടാവില്ല, ഇവര് പറയുന്ന പെണ്ണിനെ കെട്ടിയ അവർക്കും ഇഷ്ടാവില്ലടാ. ആകെപ്പാടെ കുഴഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറയടാ. ഐ ആം എ കോംപ്ലൻ ബോയ്. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? എന്തെങ്കിലും പറയണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആ, ഇനി കല്യാണം എന്ന് പറഞ്ഞു വന്നാ ഞാൻ സന്യാസി ഒന്ന് പറഞ്ഞ് വരട്ടിയാലോ? പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പ ചോദിക്കും ഹിന്ദു സമയമായിട്ടാണ് പോയതെന്ന് ഈ അമ്മ ചോദിക്കും.
ക്രിസ്ത്യൻ ഫാദറായിട്ടാണ് പോയതെന്ന് ഈ അമ്മ ചോദിക്കും. അത് കുഴപ്പമില്ലല്ലോ. ഐഡിയ എന്തുവാടാ? നിനക്ക് നേരത്തെ തന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞേക്കേ. അതൊന്നും വേണ്ട. ഈ പ്ലാൻ ഒന്നും വർക്കാവും തോന്നില്ല. വളഞ്ഞ് മൂക്കി പിടിക്കുന്ന പോലെ ആവും. ഇപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഇപ്പൊ നീ നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം അവർ രണ്ടുപേരും വിളി. മുത്തശ്ശി ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ വരുവാ. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ പെണ്ണ് തന്നെയല്ലേ? ഞാൻ പറഞ്ഞ പെണ്ണ് തന്നെയല്ലേ? ജഡ്ജിയുടെ മോളല്ലേ? അത് പിന്നെ ഒരു കാര്യമുണ്ട്. അതെങ്ങനെ പറയണമെന്നറിയില്ല. ധൈര്യമായിട്ട് പറ മോനെ. എനിക്ക് നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞതാ മുത്തശ്ശി. ഓ മൈ ഗോഡ്. കല്യാണം കഴിഞ്ഞതാണെന്നോ? അതേ മുത്തശ്ശി, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ നിമ്മി എന്ന് പേരുള്ളൊരു കുട്ടി, ഞാനും അവള് 3 വർഷം പ്രണയിച്ചിട്ട് 3 മാസം മുന്നേ കല്യാണം കഴിച്ചത്. നിന്റെ കല്യാണം എങ്ങനെയാ നടന്നത്? ചർച്ചിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ? രജിസ്റ്റർ ഓഫീസില്. അപ്പൊ നിന്റെ ഭാര്യ ഹിന്ദു തന്നെയല്ലേ? നിന്റെ ഭാര്യ ക്രിസ്ത്യാനിയല്ലേ? അതെന്താന്ന് വെച്ചാല് ഹിന്ദു പോലൊരു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ പോലൊരു ഹിന്ദു. മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താന്ന് വെച്ചാല് ഇവന്റെ ഭാര്യ ഇവനെ പോലെ തന്നെ. അമ്മ ക്രിസ്ത്യൻ, അച്ഛൻ ഹിന്ദു. പാതി ഹിന്ദു പാതി ക്രിസ്ത്യൻ. ഈ പേര് പോലും എന്താടാ പേര്? നിർമ്മല മേരി. നിർമ്മല മേരി. അതിരിക്കട്ടെ, നിന്റെ ഭാര്യ ഇപ്പൊ എവിടെയാ ഉള്ളത്? ആർക്കറിയാം. അലഹബാദിൽ പോയിരിക്കുക. ഈ ഗാനമേള ട്രൂപ്പില്ലേ, ഗാനമേള ട്രൂപ്പ്, അതില് പാട്ട് പാടാനായിട്ട് അവരുടെ കൂടെ പോയിരിക്കുക. 1 മാസം കഴിയുമ്പോ എത്തും. അല്ലേടാ? അതേടാ. നിന്റെ ഭാര്യ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അറിയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മോനെ. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ശരി, എങ്ങനെ ഞാൻ പോയിട്ട് വരാം. നിന്റെ വൈഫിന് ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരുന്ന ഇവന്റെ ഭാര്യയെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. ഈഡിയറ്റ്. നിങ്ങൾ വെക്കുള്ളൂ. എന്താടാ, അവന്റെ ഭാര്യയെ നീ എങ്ങനെയാടാ ഡൈവോഴ്സ് ചെയ്യുന്നത്? ഒന്നും സംസാരിക്കരുത്. സംസാരിച്ചാൽ നിങ്ങളുടെ ഭാര്യ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. പറഞ്ഞേക്കാം. ആഹാ. കീറിയ ഷർട്ട് തയ്ക്കുന്നു, തുണി കഴുകുന്നു. എന്റെ കാര്യം ഓർത്തു നോക്കണേ. ഞാനും എന്റെ അച്ഛനെ പോലെ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചത്. നീ അത് പറഞ്ഞില്ല. നിന്റെ അച്ഛൻ ഡോക്ടറാണോ? അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു. മോനെ, ഇന്നലെ നിനക്കൊരു ലെറ്റർ വന്നു, ഞാൻ തരാൻ മറന്നുപോയി. അത് കൈമൊത്ത സോപ്പ. എടാ അത് വാങ്ങി. എന്താ മോനെ? ആരുടെ ലെറ്ററാ? നിർമ്മല മേരി, ഇവന്റെ വൈഫിന്റെ കഥ. ഓഹോ, വൈഫിന്റെ കഥ. ഇതെന്റെ സെറ്റപ്പ് അല്ലേ? നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞതല്ലേ, ഈ വീട്ടുകാർ വിശ്വസിക്കണ്ടേ? അതാ ഞാൻ നിന്റെ ഭാര്യയെ പോലെ ലെറ്റർ എഴുതി അയച്ചത്. ഡാ, ഈ ലെറ്റർ കൊണ്ട് ഈ കിളവനെ ഞാൻ വീഴ്ത്തുന്ന കാണിച്ചുതരാം. ലെറ്റർ വായിക്കാൻ പോവാണ്, കേക്ക്. സ്നേഹമുള്ള ചേട്ടനെ, നിങ്ങളുടെ ഭാര്യ നിമ്മി എഴുതുന്നത്. ഇവിടെ എനിക്ക് സുഖം, നിങ്ങൾക്ക് സുഖമാണോ? പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥ കൂട്ടുകാരൻ നമ്മുടെ ഗോപിക്ക് സുഖമാണോ? ചേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ശാന്തനും നിഷ്കളങ്കനും സൽസ്വഭാവിയുമായ നമ്മുടെ ഗോപിച്ചേട്ടനെ പോലൊരു ദൈവപുത്രനെ നിങ്ങൾക്ക് കൂട്ടുകാരനായി കിട്ടിയത് നിങ്ങളുടെ മുജ്ജന്മ സുഹൃതം. എന്താടാ ഇത്? അവന്റെ ഭാര്യ നിന്നെ കുറിച്ച് പുകഴ്ത്തി എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അയച്ച ലെറ്ററിൽ ചേട്ടൻ വേലുഭാഗവതറിന്റെ പാട്ടിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എഴുതിയിരുന്നല്ലോ. എനിക്കും അദ്ദേഹത്തിന്റെ പാട്ടുകളൊന്ന് കേൾക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഇനി അദ്ദേഹം പാടുന്ന സമയത്ത് ആ പാട്ടൊരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയക്കണേ. കേട്ടല്ലോ. പിന്നൊരു പ്രധാന കാര്യം, ചേട്ടന് ഇഷ്ടപ്പെട്ട നായക്കുട്ടി ഉണ്ടല്ലോ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് എന്ത് പേരിടാം? ചേട്ടന്റെ വായല തന്നെ നല്ലൊരു പേര് പറഞ്ഞോളൂ. വാലിയെന്ന് വെക്കേ. തന്റെ വായെ കുറിച്ചല്ല പറഞ്ഞത്. എന്ന് നിങ്ങളുടെ സ്വന്തം ഭാര്യ നിർമ്മല മേരി. ഇതിപ്പോ ഒരു ജോലിയായി മാറിയില്ല ദൈവമേ. ഭാര്യയോടൊന്ന് പറഞ്ഞും പോയില്ല ഞാൻ. നമുക്ക് നമ്മൾ തന്നെ ലെറ്റർ എഴുതേണ്ട ഗതികേടായി. എല്ലാം എൻ്റെ തലവിധി തന്നെ. ആ
നമസ്കാരം. ആ നമസ്കാരം. നിങ്ങളല്ലേ വേലായുധ ഭാഗവതർ? ഞാനാണ് മോളെ. അല്ല മോളാരാ? അണ്ണാ നിങ്ങളുടെ ഭാര്യ വന്നിട്ടുണ്ട്. എന്താ എന്റെ വൈഫോ? നിർമ്മലയെ തുറന്ന് നിങ്ങളുടെ ഭാര്യയില്ലേ? നിങ്ങളെ കാത്ത അവിടെ നിൽക്കുകയാണ്. ഡേയ് വാടാ. ഒന്ന് വാ. കൈതായി പോയടാ. ഇനി നീ വരുന്നുണ്ടോ ഇല്ലയോ? കൈതായടാ. ഒന്ന് ഇറങ്ങി പാടാ. അയ്യോ കള്ളന്മാര്. ഡാ നിക്കടാ അവിടെ. ബോക്സ് തന്നിട്ട് പോടാ. ഡേയ് എടാ നിങ്ങളെ തന്നെ. എടാ ബോക്സ് തന്നിട്ട് പോടാ. എടാ എന്റെ ബോക്സ് താടാ. എടാ എനിക്ക് ദേഷ്യം പറഞ്ഞോണ്ട് നിക്കടാ അവിടെ. എന്താ എന്നെ പെട്ടെന്ന് കണ്ടപ്പോ ഷോക്കായി പോയോ? നിങ്ങക്ക് ഷോക്കാവാൻ വേണ്ടി തന്നെയാ 2 ദിവസം മുന്നേ അയച്ച ലെറ്ററിൽ പോലും ഞാൻ വരുമെന്ന് എഴുതാത്തത്. അത് ശരിയാണല്ലോ, ഞങ്ങൾ എഴുതിയില്ലല്ലോ. എന്താ ഇത് ഇത്ര ക്ഷീണിച്ചു പോയത്? മുഖം വല്ലാണ്ട് അങ്ങ് കറുത്തു പോയല്ലോ. അല്ല പിന്നെ നേരത്തെ അരവിന്ദ സ്വാമി അല്ലായിരുന്നോ? ഇപ്പൊ അങ്ങ് കറുത്തുപോയി. കറുപ്പിനെ എന്താ മോനെ വന്നിട്ട് റോഡിൽ തന്നെ നിന്ന് സംസാരിക്കുന്നത്? വീട്ടിലോട്ട് വിളിച്ചോണ്ട് വാ. വാ മോളെ. വലതുകാലം എടുത്തു വെച്ച് അകത്തോട്ട് വാ മോളെ. നിക്ക. ആരാ നീ? അയ്യോ കേട്ടിട്ട് എന്നെ സഹിക്കുന്നില്ല. ഇതെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏട്ടാ, ഒരു ഭാര്യയോട് ഭർത്താവ് ചോദിക്കേണ്ട ചോദ്യമാണോ ഇതൊക്കെ? എന്താ ഭാര്യയോ? ആരുടെ ഭാര്യയാടി? നീ എന്റെ ഭാര്യയാണെന്നോ? എന്താ മോനെ എന്താ ഈ പറയുന്നത്? ഇവൾ ആരെന്ന് പോലും എനിക്കറിയില്ല. ഇതിനു മുന്നേ ഞാൻ ഇവളെ കണ്ടിട്ട് പോലുമില്ല. എന്താ മോളെ അവൻ ഒന്ന് പറയുന്നു നീ മറ്റൊന്ന് പറയുന്നു. ഒരു മാസം, ഒരേ ഒരു മാസം നമ്മള് പിരിഞ്ഞിരുന്നപ്പോ ഭാര്യ അല്ല എന്നൊക്കെ പറയാന്ന് വെച്ചാ? ചേട്ടാ ചേട്ടാ, ഇതിനകത്ത് എന്റെ കൈ നിർത്തിരോ? സോറി, അതെന്റെ ജോലിയല്ല. മോളിലൊരു പരാതി കൊടുക്ക്, അവിടെ നാളെ വരും. എന്നാ ശരി, നീ എന്റെ ഭാര്യ എന്നല്ലേ പറയുന്നേ? അന്ന് എന്താ തെളിവുള്ളത്? ചോദിച്ചു കേട്ടില്ലേ, മറുപടി പറ. എന്താ തെളിവ്? എത്ര സാക്ഷിയാണോ നിങ്ങൾക്ക്? ഇത് നോക്ക്, ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഞാനും അദ്ദേഹവും മാറ്റിയിട്ട മോതിരം, ഇതേപോലൊരു മോതിരം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ നോക്കിയേ. ഒരു സാധ്യതയില്ല. ദാ നോക്ക്. 2 മോതിരവും ഒരേപോലെ ഇരിക്കുന്നല്ലോ. ഇത് മാത്രല്ല, ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ വലത് തോളില് ഒരു മറുകുണ്ടോ നോക്കിയേ. മറുകുണ്ട്. കറക്റ്റ് മോളെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ വിശ്വാസമായല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ സംശയിച്ചില്ലേ? ഇതുവരെയും അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. അറിയോ, ഒരു പട്ടിക്കുട്ടിക്ക് പേരുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യൂ. അക്കാര്യം എനിക്കറിയാം മോളെ. ഞങ്ങൾക്കും അറിയാലോ. അത് പിന്നെ ഇനി നീ എന്ത് പറഞ്ഞാലും ഇവള് നിന്റെ ഭാര്യയല്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല. വാ മോളെ, വീട്ടിൽ പോവാം. ഏട്ടാ, വരുമ്പോ ആ ലഗേജ് കൂടി എടുത്തിട്ട് വരണേ പ്ലീസ്. ഇനി പറ, നീ ആരാ? എന്തിനാടി ഇങ്ങോട്ട് വന്നേ? ഏട്ടനത് എന്താ പറ്റേ? വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നെ? തലയ്ക്ക് അടിവെല്ലാം കിട്ടിട്ട് ഓർമ്മ മൊത്തം പോയോ? അതോ ഏട്ടൻ ഇവിടെ വല്ല പെമ്പിള്ളേരായിട്ട് ചുറ്റിക്കളിയുണ്ടോ? ഗോപിയേട്ടാ, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാ. നിങ്ങൾ ഒറ്റൊരാളെ വിശ്വസിച്ചാലും ഞാൻ ഏട്ടനെ നിങ്ങളുടെ കൂടെ അയച്ചത്. അതെ,
എന്താടാ നീ ഇങ്ങനെ ചെയ്തേന്ന് നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? ചോദിക്കാലോ, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് ഞാൻ തമാശ പറഞ്ഞ എന്താ നോക്കുന്നേ? നമ്മുടെ കൊച്ചുമോന്റെ ഭാര്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. മുറ്റത്ത് കോലം വരച്ചോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതുവരെ ഞാൻ കണ്ടില്ല. അതാ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കുന്നേ. ഷടാ, ആ മുഖം ഒന്ന് തിരിച്ചാലെന്താ? എനിക്ക് അകത്ത് പണിയുണ്ട്. അതിങ്ങതാ തുടച്ചിട്ടെടുക്കുമ്പോ. ആ പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖം. ആഹാ ആഹാ, എന്റെ ശബ്ദം എത്ര മനോഹരമായി എക്കോ അടിക്കുന്നു. അത് എക്കോ അല്ലടാ, ഞാനടാ തെണ്ടി. ഡിയർ ഫ്രണ്ട്സ്, പുറം രാജ്യങ്ങളിൽ സൺബാത്ത് എന്നൊരു സംഭവമുണ്ട്. ശരീരത്തിൽ കൊച്ചു ചട്ടി മാത്രം ഇട്ടുകൊണ്ട് കുറച്ചു നേരം വെള്ളത്തിലും കുറച്ചു നേരം കരയിലും ഒക്കെ കിടക്കും. അതിന് സോപ്പ് ആവശ്യമില്ല, ഷാമ്പുവും ആവശ്യമില്ല. ഗ്രാമത്തിലുള്ള ഈ നദിയിൽ ഞാനൊരു പുതിയ കുളി സ്റ്റൈൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ കുളിയുടെ പേരാണ് സ്വതന്ത്ര കുളികൾ. ദാറ്റ് മീൻസ് ഫ്രീഡം ബാത്ത്. അതിന് സോപ്പും വേണ്ട, ഷാമ്പുവും വേണ്ട. അപ്പൊ വെള്ളം വേണ്ടേ? ജട്ടി പോലും വേണ്ട. ജട്ടി ഊരിയടാ, ജട്ടി കയ്യിലടാ. എന്താടാ നോക്കുന്നത്? ഈ സ്റ്റൈൽ കുളി കൊണ്ട് മനസ്സ് ചെറുതാകും, വയസ്സ് പിന്നോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം കൊച്ചുകുട്ടികളായി മാറാൻ പോവുകയാണ്. Come on, baby, stay out. Come on, I say. ആട് ആട് ആടാട് ആട് 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 ആടാട് ആട് ആട് ആട്. എന്താ നോക്കുന്നത്? നിങ്ങൾ നമ്മളെ പോലെ കുളിക്ക്. ഞാനും എപ്പോഴും അങ്ങനെ എന്നെ കുളിക്കണം. എന്നാ പിന്നെ ഇങ്ങോട്ട് വാ, വന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്തോ. ആറ്റിനുള്ളിൽ ഏലേലോ അത്തിമരം അയലൈല, അത്തിമരം അയലൈല, അത്തിമരം അയലൈല. ആറ്റിനുള്ളിൽ ഏലേലോ അത്തിമരം അയലൈല, ചെമ്പകപ്പൂ അയലൈല. ആറ്റിനുള്ളിൽ ഏലേലോ അത്തിമരം അയലൈല, അയലൈല. നീ ഐസ് പോലെ ആവും. മര്യാദയ്ക്ക് കുളിക്കാൻ നോക്കൂ. നിന്നെ ഇപ്പൊ വിളിച്ചത് കുഴപ്പമായല്ലോ. നമ്മുടെ ഡ്രസ്സൊന്നും കാണുന്നില്ലടാ. നമ്മൾ വന്നപ്പോ ഡ്രസ് ഇട്ടാണോ വന്നേ? ഇനി എങ്ങനെയാടാ വീട്ടിൽ പോന്നേ? ഡാ, ഞാൻ അപ്പോഴേ ഒരു കാര്യം പറഞ്ഞതാ, ഇങ്ങോട്ട് വരിക, കുളിക്കുക, പോവുക. അതല്ലാതെ സ്വതന്ത്ര കുളി എന്നൊക്കെ പറഞ്ഞു കുളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഞാനാണോ പറഞ്ഞത്? ബീശേ, ഇവരാണെ കൊച്ചു തീർക്കാൻ വിവരമില്ലെന്ന് പറയാം. തനിക്കെങ്കിലും വിവരമില്ലടോ. ഏത് തന്നെന്ന് ഈ പ്രായത്തിലും വെള്ളത്തിലും ഡ്രസ്സില്ലാതെയാണോ കുളിക്കുന്നേ? നിന്നോട്
ഐഡിയ, ഫ്രീഡം വാക്ക്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഫ്രീഡം ബാത്ത് മുഖേന നിങ്ങൾ ഞാൻ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, ശരിയല്ലേ? അതുപോലെ ഫ്രീഡം വാക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ സ്റ്റൈൽ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് കാരണം നിങ്ങളെ ഞാൻ സ്റ്റോണേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് ശിലായുഗത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഈ കോലത്തിൽ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്? ആരെങ്കിലും കണ്ടാൽ തന്നെ എന്ത് വിചാരിക്കും? ആരാടാ കാണാൻ പോണേ? ഡേയ്, ഇങ്ങനെ നമ്മൾ കാട്ടുവഴിയിലൂടെ പോയി ഗ്രാമത്തിന് വെളിയിരിക്കുന്ന മണ്ഡപത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു. രാത്രിയായ ഉടനെ ആരും കാണാതെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എങ്ങനെയുണ്ട്? അതെ, ഞാൻ പറയുന്നത് അതുപോലെ ഏറ്റു പറയണം. ജുംബാരേ ജുംബാരേ ജുംബക്ക ജുംബ. ജുംബാരേ ജുംബാരേ ജുംബക്ക ജുംബ. ജുംബാലേ ജുംബാലേ ജുംബക്ക ജുംബ. ജുംബാലേ ജുംബാലേ ജുംബക്ക ജുംബ. ജുംബാലേ ജുംബാലേ ജുംബക്ക ജുംബ. तुझे देखा तो है जाना सनम, प्यार होता है दीवाना सनम. ना ना ने ना ना ने ना ना ने रा रा रे रा रा रे रा. ഇത് എവിടെ കൊണ്ടുവച്ചത്? ഞാൻ ഇവിടെ തന്നെയാണല്ലോ വച്ചത്. എന്താ നോക്കുന്നേ? അല്ല, ഞാനൊരു പുതിയ ഷർട്ട് അയൺ ചെയ്ത് ഇവിടെ വച്ചിരുന്നതാ. ഇപ്പൊ അത് കാണുന്നില്ല. ഇതാണോ നോക്ക്. എടി കാലമാടത്തി, ഇന്നലെ വാങ്ങി എന്റെ പുതിയ ഷർട്ട് എടുത്താണ് തറ തുടക്കുന്നേ. പുതിയ ഷർട്ടോ? ഞാനിത് തറ തുടക്കുന്ന തുണിയെന്നാ വിചാരിച്ച്. നിന്നുണ്ടല്ലോ. അയ്യോ, ആ മിസ്റ്റർ, ഈ മരുന്നൊന്ന് വാങ്ങിട്ടോ. ശരി. ഡോണ്ട് വറി, ചെറിയൊരു ചതവാ. 2 ദിവസം മരുന്ന് കഴിച്ചാൽ ശരിയാവും. ഓക്കെ? ഓക്കെ ഡോക്ടർ. കണ്ണിനും കരളിനും കൂരരിൽ നൽകിയ മാനിനെ പോലെ തുള്ളിച്ചാടി നടന്ന ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി കളഞ്ഞില്ലടാ വൃത്തിയേട്ടവന്മാരെ. ഭാഗ്യത്തിനാ നീയൊക്കെ രക്ഷപ്പെട്ടത്. അവള് എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവളുടെ കാലൊടിച്ചതിന് 2 വർഷം നിങ്ങളെ ഞാൻ അകത്തിരിക്കുമായിരുന്നു. അങ്ങനെയൊന്നും പറയില്ല അങ്കിൾ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ സമാധാനട്ടിരിക്കാനാ? DTR ഇല്ലാതെ പോലും ട്രെയിൻ ഓടിക്കാം, പക്ഷെ പാളമില്ലാതെ ട്രെയിൻ ഓടില്ല അങ്കിൾ. അയ്യോ, കണ്ടില്ലേടാ, ഇതാണ് യഥാർത്ഥ മലയാളി പെണ്ണ്. ഒരു വാക്കാണ് പറഞ്ഞതെങ്കിലും സീതാദേവിയെ പോലെ സത്യമായിട്ടാ പറഞ്ഞത്. ഇനി അവളുടെ കണ്ണെങ്ങാനും നിറയുന്നത് ഞാൻ കണ്ടാൽ രണ്ടിനെയും ഞാൻ ശരിയാക്കി കളയും. ഇങ്ങോട്ട് നോക്കുമോളെ, ഇനിയും ഇവന്മാർ 2 പേരും മോളെ ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ അങ്കിൾ എന്നൊന്ന് വിളിച്ചാ മതി. മീനിറക്കുന്ന കത്തി ഞാൻ രാഗി വെച്ചിട്ടുണ്ട്. അരിഞ്ഞുകളയും ഞാൻ അരിഞ്ഞ്. ശരി അങ്കിൾ. പോടാ
പോയി ആ പെങ്കൊച്ചിന് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തു കൊടുക്ക. ചെല്ലേ. എടാ പോകാനല്ലേ പറഞ്ഞേ? ശരിയടാന്ന് ഇവനോടാ പറഞ്ഞെങ്കിൽ അങ്കിളിനോടല്ല. വാങ്ങുവിന്റെ കയ്യിൽ നിന്ന്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, 22. വിളിച്ചേ? അല്ല, ഈ തുണിയെല്ലാം സോപ്പിട്ട് കഴുകണോ അത് സർഫിട്ട് കഴുകിയാ മതിയോ? കണ്ടിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത തുണി പോലെ ഉണ്ടല്ലോ. ഇത് സർഫിട്ട് കഴുകുന്നതായിരിക്കും നല്ലത് അല്ലടാ? കറക്റ്റ്. അപ്പൊ നിങ്ങൾ തന്നെ പോയി സർഫ് വാങ്ങിയിട്ട് ഇത് കഴുകിയിട്ടേക്ക് വേഗം. എന്താന്ന്? നിന്റെ തുണി ഞാൻ കഴുകണമെന്നോ? നീ ആരോടടി സംസാരിക്കുന്നത്? നോ 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 നോ, ഒരുപാടങ്ങ് ഒച്ച വെക്കരുത്. പിന്നെ ഞാൻ അങ്കിളിനെ വിളിക്കും, അങ്കിള് പോലീസിനെ വിളിക്കും. അങ്കിൾ. എന്താ മോളെ? എന്താ? ഒന്നുമില്ല, വിളിച്ചാ കേക്കുന്നുണ്ടോ നോക്കിയതാ. ഈ ഡിസൈൻ നോക്കൂ. ഇത് ഓക്കെയാണോ? നോ. അയ്യോ അത് വേണ്ട. ആഹാ, ഈ സാരി നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെത്രയാ? ഇല്ല മാഡം, അതാ മാഡം നേരത്തെ സെലക്ട് ചെയ്തതാ. ഇതൊക്കെ ഒരു സാരിയാണോ? ബോധമുള്ള ആരും ഇതെടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് അവർക്കായിരിക്കും നന്നായിട്ട് ചേരുന്നത്. അവർക്ക് തന്നെ കൊടുത്തോളൂ. ഹലോ മുത്തശ്ശി. മുത്തശ്ശി ഗുഡ് ഈവനിങ്. നീ എന്താ ഇങ്ങോട്ട് വന്നേ? മുടി വെട്ടാൻ. സാരിക്കട സാധാരണ എന്തിനാ വരുന്നത്? ഇത് ശരിയാവില്ല. നിങ്ങൾ ആദ്യം ഡ്രസ് എടുക്ക്, അതിനുശേഷം ഞാൻ വരാം. എത്രയായി? 635 രൂപയായി. അതെനിക്കറിയാം. ഡിസ്കൗണ്ട് കഴിച്ച എത്രയെന്നാ ചോദിച്ചത്. സോറി, ഇതിനൊന്നും ഡിസ്കൗണ്ട് ഇല്ല. ആ ബോർഡ് കണ്ടില്ലേ? എന്താ മുത്തശ്ശി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? ഞാൻ 800 രൂപയ്ക്കല്ലേ സാരി എടുത്തോളൂ. ആ സാരി തന്നെ. എന്തിനാ മോനെ? തന്നെ മുത്തശ്ശി, ആ സാരി തന്നെ ഇങ്ങോട്ട് താ മുത്തശ്ശി. ഈ 2 സാരിക്കും ഒരു ബില്ലടിച്ചാ മതി. എന്തിനാ രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കും മുത്തശ്ശി. നീ എന്താ അയ്യോ ഒന്ന് ക്ഷമിക്കും മുത്തശ്ശി. മുത്തശ്ശി കാശ് തന്നെ. മുത്തശ്ശിയുടെ കാശ് എടുക്ക. നിങ്ങൾ പ്രത്യേകം സാരി വാങ്ങിയിരുന്നെങ്കിലേ നിങ്ങൾക്ക് ഡിസ്കൗണ്ടേ കിട്ടുമായിരുന്നില്ല. ഇപ്പൊ 140 രൂപ ലാഭം കിട്ടി. ദാ മുത്തശ്ശി, മുത്തശ്ശി വാങ്ങിയ 800 രൂപയുടെ സാരിക്ക് 10% ഡിസ്കൗണ്ട്. ദാ 80 രൂപ. മുത്തശ്ശി വാങ്ങിയ 635 രൂപയുടെ സാരിക്ക് 10% ഡിസ്കൗണ്ടും കഴിഞ്ഞ് 63 രൂപ 50 പൈസ. താങ്ക് യു. ഇതേ കണ്ടില്ലേ, 2 സാരി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ 140 രൂപ ലാഭം കിട്ടി. ജീവിതകാലം മൊത്തം നിങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എന്തുമാത്രം ലാഭം കിട്ടും? ആലോചിച്ച് തീരുമാനിക്കേ. തന്നന്നം താനന്നം താളത്തിലാടി ഒന്നിച്ചോ രണ്ടോ മൽപ്പൈ. പാടിക്കോ പാടിക്കോ. ഞങ്ങളെയൊക്കെ ടോർച്ചർ ചെയ്തിട്ട് നീ തുള്ളി 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 തുള്ളി. തന്നം താനന്നം താളത്തിലാടി കൊമ്പത്തൂരൂനാടി ഒന്നാന കുന്നിന്റെ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തി. കാലം മാർത്തി. എന്താടി, ഞാനിവിടെ ഉള്ളപ്പോ നീ ഞൊണ്ടി പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലേ? അയ്യോ അയ്യോ, എന്റെ സൈക്കിള്, എന്റെ സൈക്കിള് ചെന്നിട്ടോ. ഹലോ സിസ്റ്റർ, എന്റെ സൈക്കിള്. ഓ അയ്യോ സിസ്റ്റർ, ഓ അയ്യോ. സിബിഡ്രാ അവനൊരു സിസ്റ്റർ. പെണ്ണെ, കണ്ണ് കണ്ടൂടെ? നോക്കി വന്നൂടെ? കണ്ണ് മുന്നിലാണോ പുറവിലാണോ? ഞാൻ ചവിട്ടിയില്ലായിരുന്ന കേറി ഇറങ്ങിയാനെ. നിനക്ക് ചാവ എന്റെ വണ്ടിയെ കിട്ടിയോളോ? എവിടുന്ന് വരുന്നടാ ഇതൊക്കെ? ഇവക്ക് ഇത്രയ്ക്ക് ധൈര്യോ? ഇത്രയും നാൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അഭിനയിച്ച് ടോർച്ചർ ചെയ്തത് പറഞ്ഞിട്ടും ഞൊണ്ടിയാണെന്നും കൂടി പറഞ്ഞ് പറ്റിച്ചിരിക്കല്ലേ?
ഇവൾ എന്ന് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടേക്ക് കാല് കുത്തിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. നിനക്കിത് വേണം, ഇത്രയൊന്നും പോരാ. ഞാൻ അന്നേ പറഞ്ഞു, നീ കേട്ടോ? എന്ത് കാര്യത്തിൽ വേണമെങ്കിലും കള്ളം പറഞ്ഞോ, ഈ കല്യാണ കാര്യത്തിൽ മാത്രം കള്ളം പറയരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട്, നീ കേട്ടില്ലല്ലോ. അയ്യോ, എന്താടാ ഈ ഐഡിയ പറഞ്ഞു തന്നത് നീയാ, ഇപ്പൊ മലക്കം അറിയുന്നോ? എനിക്കൊരു ഐഡിയ. എന്തുവാടാ? ഒന്ന് കൈതാ നീ. എടാ, ഭാര്യ എന്ന് പറഞ്ഞാലേ അവള് നിന്നെ ടോർച്ചർ ചെയ്യുന്നേ. ഭാര്യയോടുള്ള സ്വാതന്ത്ര്യം എടുത്താ നീ എന്താ പറഞ്ഞു വരുന്നേ? ലൈഫിൽ ആദ്യമായിട്ടാ നീ ഇത്രയും നല്ലൊരു ഐഡിയ പറഞ്ഞു തരുന്നേ. എന്നെ ഒരുപാടങ്ങ് പുകഴ്ത്താതടാ. ഞാനേ ഡേയ് ഞാനും വരുന്നു. ഡേ നിൽക്ക്. ഏട്ടനെന്ത് പറ്റി? എന്തൊക്കെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. ഹായ്, നല്ല രസമുണ്ട്. എന്തിനാ ഇതൊക്കെ? ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയാ. ആർക്കാ? നമ്മുടെ തന്നെ. നമുക്കോ? നമുക്കോ? പിന്നല്ലാതെ. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി. ഇനിയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാ ഇതുവരെ ഫസ്റ്റ് നൈറ്റ് ആയില്ലെന്നോ? അതാ ഇങ്ങനെ എലിയും പൂച്ചയും പോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല ആന്റി, അത് പിന്നെ അതിങ്ങനെ പേടിക്കുന്നത് എന്തിനാ കുട്ടി? കല്യാണം കഴിഞ്ഞ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻറ്റി. വേഗം പോയി ഒരുങ്ങി വരാൻ നോക്ക്. വാ കുട്ടി. ചുമ്മാതിരിക്കാ ആന്റി, ആന്റിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്കിൾ, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്കിളിന് ഒരു ക്വാർട്ടർ എടുത്തു കൊടുത്ത് മയക്കി കിടത്തിയത്. ആന്റിക്ക് ഫുള്ള് തിയേറ്റർ ഹൗസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞിട്ടും കൊള്ള വിലക്ക് ബ്ലാക്കിലെ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താ നോക്കി നിൽക്കുന്ന? പോയി റെഡിയാക്കി കൊണ്ട് വാ. വാ മോളെ. നീ വാനിയ നല്ല പിള്ളേര്. ബൈ ബൈ. അളിയാ, വിഷ് യു ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. നോക്കല്ലേ, എന്റെ അടുത്തോട്ട് വരല്ലേ, എനിക്ക് പേടിയാവുന്നു. വേണ്ട അങ്കിൾ. എന്നാ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യന്ന് വെറുതെ പറഞ്ഞതാ. ഞാൻ വേണമെങ്കിൽ എല്ലാവരോടും സത്യം പറയാം. ഇപ്പൊ മനസ്സിലായില്ലേ? പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാ, ആണ് എപ്പോഴും ആണ് തന്നെയാടി. എന്റെ ഭാര്യയാണെന്ന് ഈസി ആയിട്ട് നീ പറഞ്ഞു. ഭർത്താവിന്റെ റോൾ ഞാൻ എടുത്താ അതെങ്ങനെ ഇരിക്കൂടി? പറയ്, ഇനിയെങ്കിലും സത്യം പറയ്. എന്തിനാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്ന? ആഹാ, നീ അത്ര വലിയ സത്യസന്ധരൊന്നും ആവണ്ട. 2 കുടുംബങ്ങളുടെ പേരക്കുട്ടി റോബർട്ട് ജാനകിയുടെ മകനെന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ മൊത്തം പറ്റിച്ചില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഈ ഫോട്ടോയിലുള്ളവരെ കണ്ടിട്ടുണ്ടോ? നീ ആരുടെ മകനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നോ ആ റോബോട്ടും ജാനകി ഇതാ. ഇതല്ലേ എനിക്കെങ്ങനെ അറിയാന്നാണോ ചിന്തിക്കുന്നേ? ലവ് മാരേജ് ചെയ്തില്ലേ റോബോട്ടും ജാനകിയും? അവരുടേത് ആൺകുട്ടിയല്ല, ഒരേ ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടി ഞാനാ.
25 വർഷമായിട്ട് എന്റെ അച്ഛനും അമ്മയും എവിടെയാ, എന്റെ കുടുംബം എങ്ങനെയിരിക്കുന്നു എന്ന് ഇവിടെയുള്ള ഞങ്ങളുടെ 2 കുടുംബങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ഇവിടെ വീട്ടിലെ ദിവസം എന്താ നടക്കുന്നതെന്ന് ഞങ്ങള് അറിയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ നാട് എന്റെ അച്ഛനമ്മയുടെ കല്യാണത്തിന് അഗൻസ്റ്റ് ആയിട്ട് നിന്നപ്പോ അവരുടെ മാരേജിന് സപ്പോർട്ടായിട്ട് നിന്ന ഒരേ ഒരാള് വേലു ഭാഗവതരങ്ങളാ. ഓരോ ആഴ്ചയിലും ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ആഴ്ചപ്പതിപ്പ് വന്നാലും ഇല്ലെങ്കിലും വേലു അങ്കിളുടെ ലെറ്റർ കറക്റ്റ് ആയിട്ട് വീട്ടിൽ വന്നിരിക്കും. അങ്കിള് ഞങ്ങൾക്ക് ലെറ്റർ എഴുതുന്ന കാര്യം നാട്ടിൽ ആർക്കും അറിയില്ല. എന്തിന്, അങ്കിളുടെ വൈഫിന് പോലും അറിയില്ല. നീ സംസാരിക്കുന്ന ഓരോ വാക്കും, നീ പാടുന്ന ഓരോ പാട്ടുകളും, നിന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞത് വേലു അങ്കിള് തന്നെയാ. പറ, 2 കുടുംബത്തിന്റെ പേരക്കുട്ടിയായി എനിക്ക് പോലും ആ കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് തോന്നിയില്ല. എവിടുന്നോ വന്ന നിനക്കെന്താ ഇതിൽ ഇത്രയും താല്പര്യം? ആ 2 കുടുംബം ഒന്നാവുന്നതില് നിനക്കെന്താ ലാഭം? അച്ഛനോ അമ്മയോ അങ്ങനെ ബന്ധുക്കളായിട്ട് എനിക്ക് പറയാൻ അങ്ങനെ ആരും തന്നെയില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡിഗ്രി വരെ പഠിച്ചു. അത് വെച്ച് ജോലിയൊന്നും കിട്ടിയില്ല. കിട്ടിയ ജോലി അങ്ങ് ചെയ്തു, അത്ര തന്നെ. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തൊരു ലേഡീസ് ഹോസ്റ്റലുണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും അവിടെ പാട്ടും കച്ചേരിയും മൊത്തത്തിൽ ബഹളമായിരുന്നു. കുളിക്കാൻ പോവാ? അതെ. നോക്കി കുളിക്ക്. ബാത്റൂമിന്റെ ഡോറിനെ കൊളുത്തില്ല. ആട് മാടുകൾക്ക് ബാത്റൂമിലാണ് കുളിക്കുന്നത്. ഐ ആം ഗോയിങ് ടു ടേക്ക് എ ബാത്ത്. ഹലോ. വൃത്തികെട്ട അലവലാതി. മറക്കേണ്ടതൊന്നും മറക്കാതെ മുഖം മറച്ചോണ്ട് നിൽക്കുന്നു. എന്ത് മോളാണ് അവര് പറഞ്ഞേ? ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്താടി ഇത്? പ്രോഗ്രാമിന് ഇനി 2 ദിവസമേ ഉള്ളൂ. ട്യൂണും കിട്ടിയിട്ടില്ല, ലിറിക്സും കിട്ടിയിട്ടില്ല. ഡേയ്, എന്റെ മാനത്തിനേറ്റ മുറിവ് നിനക്കും ഉണ്ടാവണ്ട. നീ കുളിച്ചു തീർന്നവരെ ഞാനിവിടെ കാവലിക്കാം. നിന്റെ കാവലൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ നിന്നെ പോലെയൊന്നും അല്ല. അകത്ത് കുളിക്കുന്ന ശബ്ദം പുറത്ത് കേൾപ്പിച്ചേ കുളിക്കൂ. ഡോറ് തുറന്നിട്ടാണോ നീ കുളിക്കുന്നേ? നീ കണ്ടോടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്നാ കാണണമല്ലോ. വാച്ച്മാൻ, ഇപ്പൊ ഇവിടെ നിന്നൊരു പാട്ട് കേട്ടിരുന്നു. അതാരാ പാടിയെന്ന് അറിയാമോ? ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്ത് ആമ്പിള്ളേർ വരാൻ പാടില്ല. നീ പുറത്തു പോ. എന്നാ പോയിട്ട് വട്ടെ മാഡം.
അരേ ബാബരേ, ആ സെയ്ത്ത നമ്മളായിട്ട് നടത്തിക്കുകയാണല്ലോ. എടാ, നീ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. വിടില്ല ഞാൻ. ദിൽവാലെ ദുൽഹനിയയിലെ ജായെങ്കെ. അറിഞ്ഞുകൂടെങ്കിൽ ഹിന്ദി സംസാരിക്കരുത്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. 1000 രൂപ കടം വാങ്ങിയിട്ട് 1 വർഷമായല്ലോ. പലിശയുമില്ല, മുതലുമില്ല. ആഹാ, ഇനി നീ തരില്ല. നിന്റെ കയ്യിൽ നിന്നും എങ്ങനെ വാങ്ങണമെന്നേ എനിക്കറിയാം. ഇത് സർട്ടിഫിക്കറ്റ് സേട്ടെ. മനസ്സിലായി. ബികോം ഫസ്റ്റ് ക്ലാസ്. ഞാൻ എടുക്കുന്നു. അയ്യോ സേട്ടെ, സർട്ടിഫിക്കറ്റ് അത്. ഇതെന്തിനാ എടുത്തോണ്ട് പോന്നെ? അതിങ്ങ് തന്നേക്ക്, ഇങ്ങ് തന്നേക്ക് സേട്ടെ. ഡാ, നിന്റെ പുറകെ നടന്ന് എനിക്ക് മതിയായി. നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് കാശ് തരണം. കാശ് കിട്ടിയാൽ സർട്ടിഫിക്കറ്റ്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോഴാ കടം വാങ്ങിയ കാശ് കൊടുക്കുന്നേ. പൈസ കൊടുത്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ജോലിയും കിട്ടില്ല. എന്താടാ ചെയ്യാ? വന്ദേ മാതരം. ആരാ? ഇവിടെ ബാച്ചിലേഴ്സിന് പറ്റിയ റൂം കിട്ടുമോ? സാറിന് മോനെ വേണ്ടിയാണോ? എനിക്കാ. ഹലോ, ഞങ്ങളെ കണ്ട ബ്രോക്കർമാരെ പോലെ തോന്നുന്നു. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ താൻ ഞങ്ങളോട് അങ്ങനെ ചോദിച്ചത്? സാറ് ചോദിച്ചത് മനസ്സിലായില്ല. വാടകയ്ക്ക് റൂം കിട്ടുന്നാ ചോദിച്ചേ. ടെറസിന്റെ മണ്ടയിൽ ഒരു റൂമുണ്ട്, അത് മതിയാവോ? കുഴപ്പമില്ല. ഓൾറെഡി 2 പേര് അതിനകത്ത് ഉണ്ട്. 3ാമതൊരാളായി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? പറ്റുമല്ലോ. വെയിറ്റ് എ മിനിറ്റ്, ഐ വിൽ കം. വന്ദേ മാതരം. എന്താണ് നീ നമ്മളെ തേടി ഒരു മണ്ടം വന്നപ്പോ ആ സമയം യൂസ് ചെയ്യാതെ എന്തൊക്കെ കാണിക്കും? ഞാനിപ്പോ പറയുന്ന കേക്ക്. ഇവന് നമ്മുടെ റൂമിൽ തന്നെ കൂട്ടാം. വന്ദേ മാതരം. ഇവന്റെ അഡ്വാൻസ് വായിച്ച് സേട്ടിന്റെ കടാങ്ങ് തീർക്കാം. മാസാമാസം ഇവന്റെ വാടക വാങ്ങി ഉടമസ്ഥനോടുത്ത പ്രശ്നങ്ങൾ തീരില്ലേ? നീ മിണ്ടായിരുന്നത് ബാക്കിയില്ല, ഞാൻ നോക്കിക്കോളാം. വാ, കൊൻ്റെ കൂടെ വാ. അപ്പോ സാർ എന്താ ചെയ്യുന്നേ? ഞാൻ എഴുത്തുകാരൻ. സിനിമാ കഥ എഴുതാൻ വന്നിരിക്കുക. ഇറങ്ങിയ പടത്തിനാണോ ഇറങ്ങാത്ത പടത്തിനാണോ? ഇനി ഒരു തവണ കൂടി ഇംഗ്ലീഷ് സംസാരിച്ചാ കത്രിക അടുത്ത് തന്നെ ഉണ്ട്. വെട്ടിക്കളയും ഞാൻ, വെട്ടിക്കളയും. മാസം 750 രൂപ വാടക, അഡ്വാൻസ് 1000 രൂപ. ഓക്കെ ആണോ? കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ പോയാലോ? ഒരു മിനിറ്റ്. റൂമില് ഫാൻ ഉണ്ടോ? ഫാൻ ഉണ്ടല്ലോ. അത് മതി. പെട്ടി എടുത്തോണ്ട് വരാം. ഇതാ എന്റെ പെട്ടി. വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ റൂം. ഹൗ ഇസ് ഇറ്റ്? വലിയ കുഴപ്പമില്ല. നീ എഴുതുന്ന കഥയ്ക്ക് ഇതൊക്കെ മതി. ശരി ശരി, അഡ്വാൻസ് 1135 രൂപ. 1000 രൂപ പാർക്ക് വെച്ച് പറഞ്ഞേ. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അഡ്വാൻസ് 1000 രൂപ, ബ്രോക്കർ കമ്മീഷൻ 125 രൂപ. എന്നാ പോലും 1125 ആവുന്നുള്ളൂ. വീടൊക്കെ കൊണ്ട് കാണിച്ചതിന് 10 രൂപ കമ്മീഷൻ. സാരമില്ല, കട്ടിലുണ്ടല്ലോ. അതിന് വേറെ വാടക. പകൽ ഉറങ്ങിയാൽ 50 രൂപ, രാത്രി ഉറങ്ങിയാൽ 100 രൂപ. സൺഡേ ഡബിൾ. എന്ത് ചെയ്യാം, കട്ടിലുറങ്ങിയ ശീലം, വേറെ വഴിയില്ലല്ലോ. പിന്നെ ഒരു ചെറിയ കണ്ടീഷൻ. എന്താ? കട്ടിലിന്റെ സൈഡിൽ വേണം കിടക്കാൻ. എന്താ? കൂടെ എനിക്ക് കിടക്കണം. ഒരു മിനിറ്റ്. റൂമിൽ ഫാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ കൂട്ടിക്കൊണ്ടുവന്നേ? ഫാൻ ഇല്ലല്ലോ. ആര് പറഞ്ഞില്ല അന്ന്? ഞാൻ മോഹൻലാൽ ഫാൻ, അവൻ മമ്മൂട്ടി ഫാൻ, ഈ വീട്ടുടമസ്ഥൻ സുരേഷ് ഗോപി ഫാൻ. ഒത്തിരി ഫാൻസുകളുണ്ടല്ലോ. കമാൻ. എന്തൊരു പാടാ. കട അടയ്ക്കുന്നതിന് മുന്നേ സൈഡിൽ നിന്ന് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ബസ്സിന് എപ്പോഴാണെന്തോ. പാട്ട് കേട്ടപ്പോ സേട്ടിന്റെ കാര്യം മറന്നുപോയല്ലോടാ. അതെന്റെ കുഴപ്പമല്ലല്ലോ. നോവലിസ്റ്റ്.
എനിക്ക് പ്രൈസും അഭിനന്ദനവും വാങ്ങി തന്ന നിങ്ങൾക്ക് നന്ദി. ഡേയ്, എന്റെ സർട്ടിഫിക്കറ്റാ. ഇതെങ്ങനെ ഇവിടെ വന്നേ? അത് തന്നെയല്ലോ. എന്തായാലും നീ പഠിച്ചു വാങ്ങാൻ സാധ്യതയില്ല. സാധ്യതയുണ്ട്. കഥാകൃത്ത് സാർ, കഥാകൃത്ത് സാർ. ഇങ്ങനെയൊന്നും വിളിച്ച അയാൾ എണിക്കത്തില്ല. ഡേയ് കഥാകൃത്തെ, എണിക്കടാ, എണിക്ക്. ആരാ? നിന്നെ ബുക്ക് ചെയ്യാനായിട്ട് രാജമൗലിയും പ്രിയദർശനം വന്ന് നിൽക്കൊണ്ട്. ഓപ്പൺ ചെയ്യുമ്പോ ഹീറോയിനും ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെ ഇവിടെ വന്നത്? അടുത്ത ഹോസ്റ്റലില് ഏതോ നന്ദിനി എന്നോ പറ്റോ വാച്ച്മാനെ കൊടുത്തു വിട്ടതാ. ഹലോ മാഡം, ഒരുപാട് താങ്ക്സ് ഉണ്ട്. സേട്ടിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നേന്. ഞാനും നിങ്ങളോട് താങ്ക്സ് പറയണ്ടേ? നിങ്ങളുടെ പാട്ട് പാടിയിട്ടല്ലേ ഞാൻ പ്രൈസ് വാങ്ങിയേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ ബാത്റൂമിൽ പാടുന്ന പാട്ടാ അത് കുട്ടി സ്റ്റേജിൽ പാടിയില്ലേ. ആക്ച്വലി അതിന് ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി താങ്ക്സ് പറഞ്ഞോണ്ടിരുന്നാലേ നേരെ അങ്ങ് വെളുക്കും. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു മിനിറ്റ്, ഒന്ന് താഴെ വരുമോ? എന്തിനാ? പ്ലീസ്. സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് സേട്ടിന് പൈസ കൊടുത്തില്ലേ? ആ കാശ് കൊണ്ടുവന്നതാ. അത് സാരല്ല, എന്തിനാ തിരക്കൂട്ടുന്നേ? എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. അത് വേണ്ട. കടം ബന്ധങ്ങൾ ഇല്ലാതാക്കൊന്നല്ലേ പറയുന്നേ. സേട്ടുമായിട്ടുള്ള ബന്ധം പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഞാനും അതുകൊണ്ടാ വാങ്ങുന്നേ. ബൈ ബൈ. ഞാനും അതുകൊണ്ടാ വാങ്ങുന്നേ. എന്റെ മുരുകസ്വാമി, ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയല്ലേ. എനിക്കൊരു ജോലി വാങ്ങി തന്നൂടെ? 2 അക്ഷരം മര്യാദയ്ക്ക് കൂട്ടി എഴുതാൻ അറിയാത്ത ഈ കണ്ണാടിക്കാരന്മാരൊക്കെ ബാങ്കിൽ ജോലി എടുക്കുന്നത്. എനിക്ക് മാത്രം ജോലിയില്ല. നോക്കൂ മുരുകസ്വാമി, നീ എന്ത് ചെയ്യോ എങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയണ്ട. എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി വാങ്ങി തരണം. ജോലി കിട്ടി അടുത്ത മാസം തന്നെ എനിക്കൊരു കല്യാണം റെഡിയാക്കി തരണം. ബോസ്, ഈ കല്യാണം നടത്തുമ്പോഴേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. തൊട്ടടുത്ത ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടിയുണ്ട്. കാണാൻ നല്ല സുന്ദരിയാ. അറിഞ്ഞോ അറിയാതെയോ എനിക്ക് അവളോടൊരു ഇഷ്ടം തോന്നി. എങ്ങനെയെങ്കിലും അവൾ എന്റെ ഭാര്യയാക്കി തരണം പ്ലീസ്. അതിനുശേഷം ആപ്ലിക്കേഷനും അതും ഇതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരികയില്ല. താങ്ക്സും പറഞ്ഞ് ഞാൻ അങ്ങ് പൊക്കോളാം. അപ്പൊ ഓക്കെ അല്ലേ? പ്രസാദം വായിക്കുക. എന്താ നിന്റെ സ്വപ്ന റാണിയുടെ കഥവൊന്നും തുറന്നില്ലേ മോനെ? തുറക്കുന്നില്ല. ഡേ, നീ അവളെ ആലോചിച്ച് ഞാൻ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കില്ലേ? നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോ നീ? പെട്ടെന്ന് പറയടാ ആ ഹോസ്റ്റൽ കിളിയോട്. ക്ലാസ് തീർന്ന അവൾ നാട്ടിലോട്ട് പറക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നാളെ തന്നെ ജോയിൻ ചെയ്യില്ലേ? നിനക്ക് ജോലി കിട്ടിയെന്ന് ഇത്രയും വലിയ പാർട്ടി തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക് യു. മുട്ടത്തോരൻ 2, മട്ടൻ ചാപ്സ് 2, ആംബ്ലേറ്റ് 2, കുടൽ 2.
എല്ലാം രണ്ട് വീതം ഓർഡർ ചെയ്യുന്നു. നിങ്ങൾക്കൊന്നും ഓർഡർ ചെയ്യുന്നില്ലേ? ഇതെല്ലാം ഞങ്ങൾക്കാ. നിനക്ക് വേണ്ടി നേരത്തെ ചായയും പപ്പടം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ എടുക്ക്. ഇതാണ് പപ്പടം. കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ആ കഴിച്ചോ. വേണമെങ്കിൽ ഇത് കൂടെ തിന്നോ. വേണ്ട വേണ്ട. ഹലോ. എനിക്ക് ജോലി കിട്ടിയായിരുന്നു. കൺഗ്രാറ്റ്സ്. അത് പറഞ്ഞ് ഹോസ്റ്റലിൽ വന്നിരുന്നു, പക്ഷെ കണ്ടില്ല. എന്റെ ഫ്രണ്ടിന്റെ മാരേജിന് പോയിരിക്കായിരുന്നു. അല്ല, നിങ്ങളെല്ലാരും കൂടി ഇവിടെ എന്താ പരിപാടി? അത് പിന്നെ ഇവന് ജോലി കിട്ടിയതുകൊണ്ട് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും പാർട്ടി തരില്ല അല്ലേ? 1-ാം തീയതി ശമ്പളം ഒന്ന് വന്നോട്ടെ, നമുക്ക് വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. വലിയ ഹോട്ടലൊക്കെ എന്തിനാ? നിങ്ങൾ ഇവിടുന്ന് കഴിക്കുമ്പോ എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ പാടില്ലേ? സാരല്ല, ഞാനും ഇന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ ചേർത്ത് ഓർഡർ ചെയ്യേ. മുട്ടത്തോര 3. ആ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ. നിങ്ങൾ ഉറപ്പായിട്ടും വരണം. കുട്ടിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ കുഴപ്പമില്ല, തൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ അല്ലേ. ഞങ്ങളൊക്കെ എങ്ങനെയാ, വലിയ വലിയ ആൾക്കാർ വരുന്നതല്ലേ. എത്ര ആള് വന്നാലും എന്നെ സംബന്ധിച്ച് നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. നാളെ ഈവനിങ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി ബർത്ത്ഡേ പാർട്ടിക്ക് വരണം. ഓക്കെ? ശരി എന്നാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. സാർ പൈസ എത്രയായി? 67 രൂപ. റൈറ്റ്. ഒരു 100 രൂപ എടുക്ക്. ടേക്ക് ഇറ്റ്. സാർ ബാക്കി വാങ്ങിട്ട് പോ. ബാക്കി 33 രൂപ. അത് ടിപ്സ് ആയിട്ട് നീ തന്നെ കയ്യിൽ വെച്ചോ. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. എന്റെ വിധി. എത്ര ആള് വന്നാലും എന്നെ സംബന്ധിച്ച് നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്. വരൂ പ്ലീസ്. ഹലോ. ഒരു മിനിറ്റ്. ഒരു പ്രധാനപ്പെട്ട VIP നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. അളിയാ, ഇതാണ് കറക്റ്റ് സ്ഥലം. നൈസായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞേക്കെ. മിണ്ടായിരിക്കടാ, അവള് ബിസിയാ. അതൊക്കെ പിന്നീട് പറയാം. ലോറൻസ്, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ദാ വരുന്നേ. ഞാൻ പറഞ്ഞ VIP ഇദ്ദേഹം മിസ്റ്റർ ലോറൻസ്. നൈസ് ടു മീറ്റ് യു. ലോറൻസ്, സമയായി. ജസ്റ്റ് എ മിനിറ്റ്. ആള് കാണാൻ എങ്ങനെ? സ്മാർട്ട് അല്ലേ? ആ, ഇദ്ദേഹം എന്നെ കല്യാണം കഴിക്കാൻ പോണേ. ഹലോ. ഹലോ.
നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. എന്ത് ഹെൽപ്പാ? പറഞ്ഞോ. നാളെ ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാ. ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വന്ന് സാക്ഷ്യപ്പെട്ട് തരാൻ പറ്റുമോ? ശരി. അപ്പോ നാളെ രാവിലെ 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം. ഒരുപാട് താങ്ക്സ്. ഓക്കെ, ബൈ. 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 ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ രണ്ടാളും തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പറഞ്ഞോളൂ. എനിക്ക് അച്ഛനോ അമ്മയോ അങ്ങനെ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരുമില്ല. നിങ്ങൾക്കാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ. മുതിർന്നവരുടെ അനുഗ്രഹത്തോടെ കല്യാണം നടത്തിക്കൂടെ? എന്തിനാ ഇത്ര ധൃതി പിടിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ വീട്ടിൽ ഒരിക്കലും സമ്മതിക്കില്ല. അതെന്താ? നേരത്തെ തന്നെ എന്റെ ഫാമിലിയിൽ 25 വർഷം മുന്നേ ഇദ്ദേഹത്തിന്റെ ചിറ്റപ്പനും എന്റെ ആന്റിയും ലവ് മാരേജ് ചെയ്തതുകൊണ്ടാ ഞങ്ങളുടെ കുടുംബം തന്നെ രണ്ടായത്. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെ രണ്ട് കുടുംബം എങ്ങനെയുള്ളതാണെന്ന്? സോ നിങ്ങളുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളും ഒന്നാവണം. എന്താ, ശരിയല്ലേ? ഞങ്ങളുടെ രണ്ട് കുടുംബത്തെയും അത്ര പെട്ടെന്നൊന്നും ആർക്കും ഒരുമിപ്പിക്കാൻ സാധിക്കില്ല. സാധിക്കും. ഞാൻ ഒരുമിപ്പിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് നാട്ടിലേക്ക് പൊയ്ക്കോ. ഉറപ്പായിട്ട് നിങ്ങളുടെ കല്യാണം വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ നടക്കും. ഇതെന്റെ വാക്കാ. എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. അപ്പൊ ഞങ്ങൾ വരട്ടെ. താങ്ക്സ്. ഇവിടെ വന്ന് നിന്നേ. ഇതൊക്കെ നിനക്ക് ആവശ്യമുള്ള കാര്യമാണോ? ആ പെങ്കൊച്ചിനെ നിനക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അവൾ എങ്ങനെ പോയാലും നിനക്കെന്താടാ? അവളെ കുടുംബത്തിന് ഒന്നാക്കണം, അവളുടെ കല്യാണം നടത്തണം. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താടാ? അവളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഇഷ്ടവും നടന്നില്ല. അവളെങ്കിലും ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. സാധാരണ രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും സഹായിക്കും, ഇല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് സഹായിക്കും. സ്നേഹിച്ചവൻ തന്നെ സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുക്കാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്റെ പ്രയത്നം സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിനക്ക് ഓൾ ദി ബെസ്റ്റ് പറയണോ അതോ നിന്റെ അവസ്ഥ ഓർത്തിട്ട് സങ്കടപ്പെടണമെന്നോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, ഇത്രയും കാലം ലവ് എന്ന് വെച്ചാൽ വെറും ഇൻഫാച്വേഷൻ എന്ന് വിചാരിച്ച് നിന്നെ കണ്ടതിന് ശേഷം നിന്നോട് മാത്രമല്ല പ്രണയത്തിനോടും ഒരു ബഹുമാനം തോന്നുന്നുണ്ട്. നിന്റെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം നടക്കുന്നവരെ നിങ്ങളുടെ രണ്ട് കുടുംബത്തിനും പേരക്കുട്ടി അല്ല എന്നുള്ള കാര്യം ഞാൻ ആരോടും പറയില്ല. എടാ മഹാഭാവി, നീ ശരിക്കുള്ള പേരക്കുട്ടി അല്ല അല്ലടാ. നീ നാടകം കളിക്കായിരുന്നല്ലേ? ഇപ്പൊ തന്നെ ഞാൻ സാറിന്റെ അടുത്ത് പോയി എല്ലാം പറയും. അഭിനയിക്കുന്നോടാ നീ. ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ട് പോകണവേ. അയ്യോ ഭയപ്പെടാനൊന്നുമില്ല. ഒരു 3 മാസത്തേക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം കുറച്ച് സംസാരിച്ചു തുടങ്ങും. വൃത്തികെട്ടവനെ, ഈ അവസ്ഥയിൽ അവന് മദ്യപിക്കണമെന്ന് ഇല്ലെന്നാ? ഹാഫ് വേണ്ട, ഫുള്ള് മതി എന്നാ? കണ്ടോ ഡോക്ടർ? നോ,
ഈ സിറ്റുവേഷൻ നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കാനേ പാടില്ല. ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല നീ. ആരെങ്കിലും കൊരങ്ങിനെയും കൊണ്ട് വാക്കിങ്ങിന് പോവോ? ഇത് കുരങ്ങല്ല, നായയാ. സൂക്ഷിച്ച് നോക്ക്. ആ, ഇത് നായാണെന്ന് എനിക്കറിയാം. അതിന്റെ കൂടെ ഒന്ന് വരുന്നില്ലേ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏയ് സദാ, ഏയ്. എന്താടി അഹങ്കാരി, കല്ലെടുത്തെറിയുന്നോ? സദാശിവനെ സദാ എന്നൊക്കെ വിളിക്കുന്നോ? എന്താ വീട്ടിലെ മര്യാദ ഒന്നും പഠിപ്പിച്ച് തന്നിട്ടില്ലേ? നിങ്ങക്കൊക്കെ എന്തിനാ മര്യാദ തരുന്നേ? സ്വന്തം മോള് പ്രേമിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ നിങ്ങള്? സദാ, ഇനിയെങ്കിലും ലവ് മാരേജ് അക്സെപ്റ്റ് ചെയ്യ. എന്തൊരു വായാടി അവള്. എന്റെ പേരക്കുട്ടി എങ്ങനെ ഇവള് സഹിക്കുന്നോ എന്തോ. നിങ്ങൾ ഒരാൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ലേ? അങ്ങോട്ട് നോക്ക്. ഒരു പാക്കറ്റ് 555 സിഗരറ്റ് എടുക്ക്. അത് വന്നിട്ടില്ല സാർ. ഇന്ത്യൻ സിഗരറ്റ് കറക്റ്റാ. ഇന്ത്യൻ സിഗരറ്റോ? അതിലും പുക വരുമല്ലോ. ആദ്യം പുക വരും, പിന്നെ ചുമ വരും, അത് പിന്നെ ക്യാൻസറെ കൊണ്ടെത്തിക്കും. അത് കവറിൽ എഴുതിയിട്ടുണ്ടല്ലോ, നിനക്കറിയാലോ. ഞാൻ എപ്പോഴും ഫോറിൻ സിഗരറ്റ് മാത്രമേ വലിക്കാറുള്ളൂ. ഇവിടെ ഒരാള് ഫോറിനില് ജനിച്ച് ഫോറിനില് വളർന്നെന്നാ വിചാരം. ആളെ കണ്ടില്ലേ? ഇടുപ്പില് നിക്കാത്തൊരു പാന്റും അത് ഊരി പോതിരിക്കാൻ ഒരു ബെൽറ്റും. എന്താ നീ എന്നെ ഒരു വരി ആക്കിയ പോലെ സംസാരിക്കുന്നല്ലോ. ആക്കിയത് പോലെയല്ല, സ്ട്രെയിറ്റ് പറഞ്ഞു തന്നെയാ. എന്നെ? അതെ, എന്നെ പറ്റി തന്നെ. നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞ. ചെറിയ വയല് വലിയ വർത്താനം പറയുന്നോടി. വലിയ വർത്താനം ആരാ പറഞ്ഞ? ആരാ പറഞ്ഞ? എന്തിനെ കൊച്ചു എന്നോട് ഇങ്ങനെ മര്യാദയില്ല സംസാരിക്കുന്നേ? നിങ്ങക്ക് ആരാ മര്യാദ തരുന്നേ? സ്വന്തം മോൻ പ്രേമിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? മര്യാദ വേണം പോലും, മര്യാദ. ഓൾഡ് മാൻ വരട്ടെ. ഹലോ ചേട്ടാ, ബീഡി കൊടുക്ക്. എല്ലാം കേട്ടല്ലേ സാറേ? ഇത് പിടി, പുറത്ത് ആരോടും പറയണ്ട. ആട്ടോ ആട്ടോ. നീ മുത്തശ്ശിമാരോട് വഴക്കിട്ടായിരുന്നോ? അതെ. എന്തിനാ അവരോട് ബഹുമാനം ഇല്ലാണ്ട് സംസാരിക്കുന്നേ? അങ്ങനെയൊക്കെ സംസാരിച്ചാൽ അവർ ചിന്തിക്കൂ. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല മോളെ. എന്തായാലും അവർ രണ്ടുപേരും നിന്റെ മുത്തശ്ശനല്ലേ. മുതിർന്നവരെ എപ്പോഴും ബഹുമാനിക്കണം. അത് ശരിയാ, നമ്മളെ ഭാഗവതർ പറഞ്ഞ കറക്റ്റാ. ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കണം. ഞാൻ എങ്ങനെയാണ് ഇത്രയും വളർന്ന് വലുതായത്? മുതിർന്നവരെ ബഹുമാനിച്ചിട്ടാണ്. നിങ്ങൾ വാ ഭാഗവതരെ, കുപ്പി റെഡിയാണ്. അതിന്റെ കഴുത്ത് പൊട്ടിച്ച് 4 എണ്ണം വീതം അടിക്കാം. വാ ഡോ, വാടോ. എന്താ മുത്തശ്ശ സ്കൂട്ടറും പിടിച്ചോണ്ട് നടക്കുന്നേ? പിന്നെ ഈ പ്രായത്തിൽ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് നടക്കാൻ പറ്റുമോ? ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലടാ. ഓ അതാണോ? ഞാൻ സ്റ്റാർട്ടാക്കി തരാം. നിനക്കൊരു കാര്യം അറിയാമോ? എന്താ? പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇത് ആദ്യമേ പറയാൻ പാടില്ലായിരുന്നു. നിനക്കത് ആദ്യമേ ചോദിച്ചുകൂടായിരുന്നോ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോന്ന്? ഇവിടുന്ന് പെട്രോൾ പമ്പ് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെ പോകുന്ന? ഇങ്ങനെ പോവും. ശരി ശരി, ഞാൻ ഉരുട്ട. ഇങ്ങോട്ട് തന്നെ. വണ്ടി എടുക്കുമ്പോഴേ നോക്കണ്ടേ മുത്തശ്ശ, പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന്. വേഗം വാ. ഇപ്പോഴേ ടയർഡായ എങ്ങനെയാ? ഇനി എത്ര ദൂരം പോകാൻ കിടക്കും? നമ്മുടെ സദാശിവ മുത്തശ്ശന്റെ കാറല്ലേ അത്? ഇവൻ എന്തിനാടാ കാറ് കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റ് തള്ളുന്നേ? അയ്യോ മുത്തശ്ശ, അത് ആക്സിഡന്റാ. പെട്ടെന്ന് പോയി നോക്ക്. ഈ വണ്ടി ഒന്ന് പിടിച്ചേ. മുത്തശ്ശ, എന്തിനാടാ എന്റെ ആലോചനയെ തടസ്സപ്പെടുന്നേ? വണ്ടിക്ക് എന്താ പറ്റിയത്? റിപ്പയർ ഓക്കെ. എന്തിനാ പോസ്റ്റിലിടിച്ചത്? പോസ്റ്റിലിടിച്ചത് കൊണ്ടാണല്ലോടാ റിപ്പയർ ആയത്. ആദ്യം പുറത്തേക്ക് വന്നേ. ജീവനുണ്ടല്ലോ അവന്. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ പോകുന്ന? വീട്ടിൽ പോണെങ്കിൽ 5 കിലോമീറ്റർ നടക്കണം. അങ്ങനെ പറയല്ലേ, അത് ഓർക്കുമ്പോ
എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഒരു മിനിറ്റ് മുത്തശ്ശ, ദാ വരുന്നേ. എന്താ പറയുന്നേ ആ കൊച്ചു പയ്യൻ? എന്ത് പറയാനാ, വണ്ടി റിപ്പയറാ. ഇനി എങ്ങനെ വീട്ടിൽ പോകുന്ന ആലോചിച്ച് നിൽക്കുക. പുള്ളി ഒരു കാര്യം പറഞ്ഞു, കേട്ട ചിരി വരും. ചിരിക്കില്ല, പറ. മുത്തശ്ശൻ പറഞ്ഞെന്താന്ന് വെച്ചാ, സ്റ്റീഫൻ വീട്ടിലേക്കല്ലേ പോകുന്നേ, അവന്റെ വണ്ടിയിൽ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ. നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ മുത്തശ്ശൻ പറയാ, പുള്ളിയുടെ വണ്ടിയിൽ നിറയെ പെട്രോൾ ഉണ്ട്, എത്ര വേണമെങ്കിലും എടുത്തിട്ട് മുത്തശ്ശനൊന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പുണ്യം കിട്ടുന്നാ പറഞ്ഞത്. അവൻ ആ അങ്ങനെ പറഞ്ഞു? ആ പറയാൻ വഴിയില്ല. പുള്ളിയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോന്നേ, അതാണ് ടൈം. ഇപ്പൊ മുത്തശ്ശൻ ഡ്രോപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും പോസ്റ്റ് തള്ളി മറിക്കും. അയ്യോ അതല്ല മുത്തശ്ശ, 5 കിലോമീറ്റർ മുത്തശ്ശന് മാക്കണം നടക്കേണ്ടി വരും. എന്താന്ന് ചോദിക്ക്. ആ കിളവൻ എന്താടാ എന്നെ പറ്റി പറഞ്ഞത്? മുത്തശ്ശനെ പറ്റി എന്ത് പറയാനാ, പുള്ളി വേറൊരു കാര്യം പറഞ്ഞതാ. അതൊക്കെ നമ്മളെന്തിനാ മൈൻഡ് ചെയ്യുന്നത്? എന്താ പറഞ്ഞത്, പറ അങ്ങോട്ട്. മുത്തശ്ശൻ പറയായിരുന്നു, പുള്ളിയുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ല, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു 2 ലിറ്റർ പെട്രോൾ കിട്ടിക്കഴിഞ്ഞാ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ മുത്തശ്ശന് വീട്ടിലെത്തിക്കാന്ന്. പാവം കെഞ്ചി ചോദിക്കുക. അവൻ അങ്ങനെ ചോദിക്കുന്ന ആളല്ലല്ലോ, ഭയങ്കര അഹങ്കാരിയാ അവൻ. എന്ത് പറയാനാ, പുള്ളി പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ എന്ത് ചെയ്യണം? പോണെങ്കിൽ പോട്ടെന്ന് വെച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് പെട്രോളും വാങ്ങിച്ച് നമുക്ക് അദ്ദേഹത്തെ അവിടെ ഡ്രോപ്പ് ചെയ്താലോ? അല്ലെങ്കിൽ പുള്ളിയുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നടക്കാം. നമ്മളല്ല അയാളുടെ വണ്ടി പോകുന്നേ, പുള്ളിയാ നമ്മുടെ വണ്ടിയിൽ വരുന്നേ. അങ്ങനെയാണോ? ആ പിന്നല്ലാതെ. ഒരുപാടങ്ങ് സുഖിപ്പിക്കണ്ട. ശരി വിട് മുത്തശ്ശ, ഇവരുടെ സഹായം നമുക്ക് എന്തിനാ, നമുക്ക് നടന്നു പോവാം. നീ കൊച്ചു ചേർക്കും പയറ് പോലെ ഓടി അങ്ങ് പോവും. പക്ഷേ ഇതാര് ചുവന്നുകൊണ്ട് വരും? ഒരു പ്രായമായ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്നതൊക്കെ കാണുമ്പോ കരഞ്ഞോ? ആ കരഞ്ഞു. നീ കണ്ടല്ലോ? കണ്ടെന്നേ. മാനം കളഞ്ഞ ആ ജുബ്ബാക്കാരൻ അങ്ങനെ പറയുമ്പോ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അലിയുന്ന മനസ്സാണ് എനിക്കുള്ളതെന്ന് അവന് അറിയില്ല. നിനക്കതറിയാം. വരാൻ പറ. എന്താ മുത്തശ്ശൻ വരുന്നോ ഇല്ലെന്നാ ചോദിക്കുന്നേ? എന്തെങ്ങനെ ആലോചിക്കുന്നേ? മുത്തശ്ശൻ അങ്ങേരുടെ വണ്ടിയിലല്ല പോകുന്നേ, നമ്മുടെ പെട്രോളില അയാൾ എന്നെ പോകാൻ പോകുന്നേ. ശരി, അവൻ കരഞ്ഞ് കണ്ണീരൊഴുക്കുന്നു പറയുന്നു. പുവർ മാൻ. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കാര്യമല്ലേ? അവനല്ലേ താഴ്മയെ ആദ്യം നമ്മളോട് ചോദിച്ചത്? അങ്ങനെ തന്നെയാ. നമ്മൾ ചോദിച്ചില്ലല്ലോ. നമ്മൾ കേൾക്കില്ലെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയില്ലേ? കൊടുത്തേക്ക് ചാവി. പോ മുത്തശ്ശ, ചെല് കേറ്. എന്താ മോനെ ഇത്? അല്ലടാ, നീ വരുന്നില്ലേ? ഞാൻ കൂടെ വന്ന വണ്ടി ആരും നോക്കും മുത്തശ്ശ? പോയി മെക്കാനിക്കിനെ പറഞ്ഞുവിട്, അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം. റൈറ്റ് റൈറ്റ്. നല്ല പെട്രോൾ തന്നെയാണോ എന്തോ, വണ്ടി ഒരുമാതിരി പോകുന്നല്ലോ. ശ്രദ്ധിച്ച്, വളവും തിരിവൊക്കെ ഉണ്ട്, പിടിച്ചോ. നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് നമ്മൾ പള്ളിക്കൂടത്ത് പഠിക്കുമ്പോ ഇതുപോലെയാ, രണ്ടുപേരും ഒരു സൈക്കിൾ ഒരുമിച്ചാ പോകുന്നത്. അതെല്ലാം ഒരു കാലോടാ. ഇവിടെ നിർത്ത്. ഞാൻ ഇവിടെ ഇറങ്ങാം. അതെന്താ? നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ 2 മക്കളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരുത്തം കണ്ടാ മതി, തീർന്നു. അതെ അതെ. എടാ സത്യ, നാളെ നമുക്ക് പാർക്കിൽ മീറ്റ് ചെയ്യാം. ആരും അറിയരുത്. ബൈ ബൈ. ഒളിച്ചു കാണാനായിട്ട് നമ്മളെന്താ രഹസ്യമായി പ്രേമിക്കുന്നവരാണോ?
എന്താ? സിസ്റ്റർ സിസ്റ്റർ ഇങ്ങെടുക്ക്. സദാശിവൻ സാറിന്റെ പേരക്കുട്ടിയല്ല രാജ. ഇത് ഏത് രാസന്റെ? നിങ്ങൾക്ക് മലയാളം അറിയില്ലല്ലേ? മലയാളം പറയും, പക്ഷെ വായിക്കാൻ അറിയില്ല. അയ്യോ ദൈവമേ. നല്ല സമയം സിസ്റ്റർക്ക് മലയാളം അറിയാത്തത്. അവർക്ക് മലയാളം അറിയായിരുന്നെങ്കിലോ? എന്താ ചുമ്മാരി സിസ്റ്റർ. എടാ ഈ അവസ്ഥയിലും നീ സിസ്റ്റർക്ക് ലവ് ലെറ്റർ എഴുതുമല്ലോ. ലവ് ലെറ്ററാ? അതും അവ എന്താ എഴുതിക്കുന്നത് അറിയോ? നിങ്ങളുടെ ഭർത്താവിനെ കൊന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാന്ന്. അല്ലടാ വൃത്തികെട്ടവനെ, പതി അടിക്കല്ലേ വൃത്തികെട്ടവൻ. നല്ലപോലെ കൊടുക്കവന്. ഡേയ് ഇനിയൊരു 3 മാസത്തേക്ക് കണക്കപ്പള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ല. അഥവാ അവൻ ഭേദമായി വന്നാ മെന്റിലാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ തള്ളിവിടാം. എന്താടോ ഒരു ആൾക്കൂട്ടം? അറിയില്ല. വാ പോയി നോക്കാം. അല്പ സൈഡ് തന്നെ. ഒന്ന് മാറ്റി, ഒന്ന് തല മാറ്റാൻ മാറ്റി. സോറി. നമ്മുടെ കഥാകൃത്തടാ. അതേടാ. ഏയ് നോവലിസ്റ്റ്, നോവലിസ്റ്റ് നമ്മളാണ്. ഗോപി രാജ. ഒരു നിമിഷം. കണ്ടിട്ട് എത്ര നാളായടാ. സുഖമായിട്ടിരിക്കുന്നു. അല്ല കഥാകൃത്തെ, നിങ്ങളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊള്ളാം, അടിപൊളി. ഞാനിപ്പോ വെറും കഥ മാത്രമല്ല, ഈ പടത്തിന്റെ ഡയറക്ടറും ഞാനാ. ഡയറക്ടറാ? ഇതുവരെയ്ക്കും കഥയില്ല കഥയില്ല എന്ന് പറഞ്ഞ് നടന്നില്ലേ? അവസാനം നല്ലൊരു കഥ കിട്ടി. അതൊരു പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞപ്പോ ഓക്കെ ആയി. അങ്ങനെ ഡയറക്ടറായി. ഏത് കഥയെന്നറിയണോ? നമ്മുടെ ഹീറോ ഒരു പെണ്ണിനെ പ്രേമിച്ചു. പക്ഷെ ആ പെണ്ണവനെ പ്രേമിച്ചില്ല, വേറൊരുത്തനെ പ്രേമിച്ചു. എന്നാലും കുഴപ്പമില്ല, ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ല, അവൾ ആഗ്രഹിച്ചത് നടക്കട്ടെ എന്ന് കരുതി ആ കവിതകളെ ചേർത്ത് വെക്കുന്ന ഹീറോയുടെ കഥ. എന്താ നോക്കുന്നേ? നിന്റെ കഥയാടാ രാജ. എക്സ്ക്യൂസ് മീ സാർ, റിഹേഴ്സൽ ഓക്കെയാലോ? ഇയാൾ പൊയ്ക്കോ, ഞാനിത് എത്തി. 1 മിനിറ്റ് പ്ലീസ് വെയിറ്റ്. ഓക്കെ. ഞാൻ പറഞ്ഞതേ വരും, നോക്കോ. ഞാൻ പറഞ്ഞതേ വരും, നോക്കിക്കോ. നോക്കാലോ? നമുക്ക് നോക്കാലോ. നോക്കാം. മിസ്റ്റർ രാജ, ഈ 2 നറുക്കില് ഏതെങ്കിലും ഒരു നറുക്കെടുത്തേ. വേറൊന്നുമല്ല, ഞങ്ങളുടെ മാരേജ് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കുന്ന ഞാൻ പറഞ്ഞു, ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് നറുക്കെടുത്ത് നോക്കാന്ന് വെച്ചാൽ. പ്ലീസ്. കുടുംബത്തിന്റെ മാനങ്ങളിൽ വൃത്തികെട്ടവളെ. എന്ത് മാമന സൂക്ഷിച്ച ഓടിക്കിടക്കുന്ന പട്ടികളോട് നീ എന്തിനാണ് സംസാരിക്കുന്നത്? വന്ന് വണ്ടി കയറാ. വണ്ടി നിന്നെ പിന്നെ കണ്ടോളാ. പിള്ളേരെ ഇങ്ങനെയാണോടി വളർത്തുന്നത്? പഠിക്കാൻ കൊച്ചിയിൽ വിട്ടപ്പോ പ്രേമിച്ചിട്ട് വന്നിരിക്കുന്നത്. നിന്റെ മകൾ ആരെയാണ് പ്രേമിക്കുന്നത് അറിയോടി നിനക്ക്? എന്റെ ബദ്ധ ശത്രു മോസസിന്റെ മകനുമായിട്ട്. അവന്റെ നിഴല് കണ്ടാലേ നശിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോ അവന്റെ കൂടെ ഏത് രീതിയിൽ കല്യാണം നടക്കുമെന്ന് നറുക്കിട്ട് നോക്കിക്കൊണ്ടൊക്കെ നിന്റെ മോള്. അവസാനമായിട്ട് ഞാൻ പറയാ, ഈ വീട്ടിലൊരു ഹിന്ദു ആയിരിക്കണം മരുമകനായിട്ട് വരേണ്ടത്. അതിനപ്പുറം എന്തെങ്കിലും നടക്കണമെന്ന് നീ വിചാരിച്ചാ നിന്റെ ശവത്തിൽ ചവിട്ടിട്ടായിരിക്കും നടക്കും.
അതെ, മറ്റുള്ള അച്ഛന്മാരെ പോലെ അല്ല ഞാൻ. ആ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിച്ചാൽ വീട് വിട്ട് പുറത്തു പോകണമെന്നോ എന്റെ സ്വത്തിൽ നിന്നും ഒരു പൈസ പോലും തരില്ലെന്നോ എന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ. നീ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം. ഈ വീട്ടിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണ് തന്നെ മരുമകളായിട്ട് വരണം. ഇത് കർത്താവ് വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റില്ല. ഈ കല്യാണം ഉറപ്പായി നടക്കണം. പോയി നോക്കണം അങ്ങോട്ടും. എല്ലായിടത്തും തപ്പണവരെ വേറെ നോക്കണം അങ്ങോട്ടും. ബസ്സിലില്ല സാർ. നിങ്ങളെല്ലാരും ബൈപ്പാസിൽ പോയി നോക്കണം. പോടാ പോടാ, നിങ്ങൾ വാ. എന്താണ് അവിടെ ഉണ്ടോ? അവിടേക്കും ഇല്ല സാറേ. റെയിൽവേ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കടാ. പോടാ, കേരള. എല്ലായിടും നോക്കി സാറേ, എവിടെയും കാണാനില്ല. വൈകുന്നേരത്തിനകം നന്ദിനെ കിട്ടിയില്ലെങ്കിൽ ആ മോസസിന്റെ കുടുംബത്തിൽ ഒരുത്തം പോലും ജീവനോടെ കാണരുത്. ശരി സാർ. ലോറൻസ് നന്ദിനി എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ആരുടെയും സമ്മതമില്ലാതെ അവർ കല്യാണം കഴിക്കില്ല. നന്ദിനി, ലോറൻസ്, ഒരു ഹിന്ദുവല്ലേ മരുമകനായിട്ട് വരാൻ ആഗ്രഹിച്ചത്? ഇപ്പൊ നിങ്ങളുടെ മരുമകൻ ഹിന്ദുവാണ്, പക്ഷെ നിങ്ങളുടെ മകൾ ഹിന്ദു അല്ല. ഒരു ക്രിസ്ത്യനല്ലേ നിങ്ങളുടെ മരുമകളായിട്ട് വരാൻ ആഗ്രഹിച്ചത്? ഇപ്പൊ നിങ്ങളുടെ മരുമകൾ ക്രിസ്ത്യൻ തന്നെയാ, പക്ഷെ നിങ്ങളുടെ മകൻ ക്രിസ്ത്യൻ അല്ല. നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഇവര് രണ്ടുപേരും മതം വരെ മാറിയിരിക്കുക. ഇപ്പൊ ഇവരുടെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി കൊടുക്കില്ലേ? എന്തെങ്ങനെ ആലോചിക്കുന്നേ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ മരുമക്കളെ കിട്ടി, പക്ഷെ ആ സമയം മക്കൾ മതം മാറിയല്ലേ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് നഷ്ടപ്പെട്ടാലേ മറ്റൊന്ന് നേടാൻ പറ്റൂ. കുഞ്ഞുങ്ങളും ദൈവം ഒന്നെന്നാ പറയാറ്. അങ്ങനെ ദൈവങ്ങളായിട്ട് പിറക്കുന്ന കുഞ്ഞുങ്ങളാരും ജനിക്കുമ്പോഴേ ദേഹത്ത് ചന്ദനം പൂശിയല്ല വരുന്നത്, പനിനീരും പൂശിക്കൊണ്ട് വരാറില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങോട്ട് നോക്കിയ കൃഷ്ണൻ കാലി മേയ്ക്കുന്നവനായിരുന്നു, അങ്ങോട്ട് നോക്കിയ യേശു ആട് മേയ്ക്കുന്നവനും. നിങ്ങളാണെങ്കിൽ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെയും കോർപ്പറേറ്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെയും തമ്മിൽ അടിവെച്ചുകൊണ്ടിരിക്കുക. മതമാണ് വലുതെന്ന് നിങ്ങൾ വിചാരിച്ചു,
എന്ന മനസ്സാണ് വലുതെന്ന് അവര് തെളിയിച്ചു, കണ്ടില്ലേ? ഈ ലോകത്ത് ക്രിസ്തുമതം ഇല്ലാത്ത എത്രയോ നാടുകളുണ്ട്. അതുപോലെ ഹിന്ദുമതം അറിയാത്ത എത്രയോ രാജ്യങ്ങളും ഉണ്ട്. അള്ളാഹുവിനെ കുമ്പിടാത്ത എത്രയോ ജനങ്ങളും ഉണ്ട്. എന്തിന്? ദൈവങ്ങളെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? എന്ന സ്നേഹമില്ലാത്ത ഒരു സ്ഥലവും കാണില്ല. മതം എന്നത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്നേഹം എന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും വരെയുണ്ട്. ഇല്ല, ഇവൻ നന്നാവില്ല. എടാ സദാ, നിന്റെ കഴുത്തിലെ മാല ഊര്. ആദ്യം നീ ഒരു ഇപ്പൊ എന്റെ പേര് ചെറിയ കുറുപ്പ്. ഇപ്പൊ എന്റെ പേര് മെക്കാളെ ജോർജ് ബുഷ്. അതെങ്ങനെയാ? ഒരു വീട്ടിൽ മുത്തച്ഛനും ഹിന്ദു, പേരക്കുട്ടി ഹിന്ദു. ഇടയ്ക്ക് നീ മാത്രം എങ്ങനെയാടാ ക്രിസ്ത്യനായത്? ഇനി എന്തിനടാ ആലോചിക്കുന്നേ? അന്ന് ഞാനും നിന്നെപ്പോലെ ഞാൻ എടുത്തു ചാടിയതുകൊണ്ടാ എന്റെ മകളെ പിരിഞ്ഞ് 25 വർഷമായി വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥ നിനക്കുണ്ടാവരുത്. ഈ കല്യാണത്തിന് സമ്മതം ഒന്ന് പറയടാ. ഒരു കല്യാണം കൊണ്ട് പിരിഞ്ഞു പോയ കുടുംബം മറ്റൊരു കല്യാണം കൊണ്ട് ഒരുമിക്കട്ടെ. സമ്മതിച്ചെന്ന് പറയടാ. കൊച്ചിനെ ഒന്ന് കാട്ടും. നിർമ്മല മേരിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നാടകം അവസാനിച്ചു. ഇനി വേഷം അഴിച്ചു വെക്കാം. പോ. നീ പോയി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്ക. അപ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാം. ലോറൻസിലെ നന്ദിനിയുടെ ഫ്രണ്ട് അയാള്. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടിയാ ഇത്രയും നാളെ രാജ എന്ന പേരിൽ അഭിനയിച്ചത്. രാജ എന്നൊരാള് വന്നില്ലെങ്കില് നമ്മുടെ രണ്ടു കുടുംബം ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിന്ന് ചിരിച്ച് സംസാരിക്കില്ലായിരുന്നു. ഒരു ബന്ധമില്ലാത്ത ഒരാള് ഇപ്പൊ നമ്മുടെ രണ്ട് കുടുംബത്തെ ഒന്നിപ്പിച്ചിരിക്കുക. അദ്ദേഹത്തിന് നമ്മൾ എന്താ പ്രതിഫലമായിട്ട് കൊടുക്കേണ്ടത്? അതെ, ഒരു കാര്യം പറയാനുണ്ട്. നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ നിന്നോ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ രണ്ട് കുടുംബങ്ങളെ ഒന്നായി ചേർത്ത് വെച്ച ആ കൊച്ചിനെ നമ്മുടെ പേരക്കുട്ടിയായി ദത്തെടുത്താലോന്നല്ലേ പറഞ്ഞു വരുന്നത്? ശരിയാണോ ഭാര്യയെ? 50 വർഷമായി നിന്നോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുകൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്താ? രാജ എന്റെ പേരക്കുട്ടിയാണെന്ന് ഞാൻ തീരുമാനിച്ചു. നീ എന്ത് പറയുന്നടാ? ചുമ്മാ പേരക്കുട്ടി എന്ന് പറഞ്ഞ് വാഗോണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. വേറെന്ത് ചെയ്യുന്നാ നീ പറയുന്നേ? നമ്മുടെ പേരക്കുട്ടി നിർമ്മലയെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താ അവനും നമ്മുടെ പേരക്കുട്ടിയായി. എന്ത് പറയുന്നടാ? എന്റെ പേരക്കുട്ടി രാജയ്ക്ക് നിന്റെ മകൾ നിർമ്മലയെ, അല്ല യഥാർത്ഥ പേര് നിർമ്മലയെന്ന് തന്നെയല്ലേ? പ്രിയദർശിനി. ഏത് ദർശിനി ആയിക്കോട്ടെ, എന്റെ പേരക്കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സമ്മതമാണോ? ആ, നിങ്ങൾ എന്നെ അവളോട് ചോദിക്കേ. സമ്മതമാണോ മോളെ? എന്റെ സമ്മതമല്ല, അദ്ദേഹത്തിന്റെ സമ്മതം പ്രധാനം. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. ഇല്ല, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അതിന്റെ കാര്യം എന്താന്നാ ചോദിച്ചേ? അത് എന്താന്ന് വെച്ചാ, ഞാൻ നേരത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്ക് അഫയർ ഉണ്ടായിരുന്നോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആരാ പെൺകുട്ടി പറയുന്നേ? ഇപ്പൊ തന്നെ അച്ഛനോടും മുത്തച്ഛനോടും പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. അതിനി നടക്കില്ല. എന്താ? ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ശരിയാണ്, ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചത്. അവൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടേയില്ല. അവൾ വേറൊരാളെ പ്രണയിച്ച് അവളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു. നിങ്ങളെ വിട്ട് വേറൊരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഉറപ്പായിട്ടും അൺലക്കിയ.
അങ്ങനെയല്ല, അവൾ ഉറപ്പായും ലക്കി തന്നെയാ. ഞാനാണ് ലക്കി. അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചിരുന്നത് ആ പെൺകുട്ടി അറിയാതെ പോവുമായിരുന്നോ? സോ പ്രണയത്തിൽ തോറ്റുപോയ അവരെ തന്നെ ഓർത്ത് ഒരുക്കി തീരണം. വേറൊരു കല്യാണം പാടില്ല. അങ്ങനെയാണെന്നാണോ? തോൽക്കാൻ സ്നേഹം എന്നത് ഒരു പരീക്ഷയല്ല, അതൊരു ഫീലിംഗാ. ആ ഫീലിംഗ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. ലവ് ഫെയിലിയറായ എത്രയോ പേര് വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? ഉണ്ടായിരിക്കാം. എന്നാൽ അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ലവ് ഫെയിലിയറായി വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരോരോരുത്തരുടെ നെഞ്ചി കൈവച്ച് പറഞ്ഞു നോക്ക്. എൻ്റെ മനസ്സിൽ ആ പഴയ പ്രണയമില്ല, ഞാൻ എല്ലാം മറന്നിട്ടാണ് ജീവിക്കുന്നതെന്ന്. ഒരിക്കലും പറയാൻ പറ്റില്ല. 100 വർഷം കഴിഞ്ഞാലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരുടെ ആദ്യ പ്രണയം ഒരു നൊമ്പരമായിട്ട് അവശേഷിക്കും. ആഫ്റ്റർ ഓൾ വൺ സൈഡ് ലവിന് വേണ്ടി എന്തിനാ ഇത്രയും ഫീൽ ചെയ്യുന്നേ? ഒരു ചെടിയിൽ എത്ര പൂ പൂക്കുന്നുണ്ട്, ഒരു പൂ കൊഴിഞ്ഞാൽ വേറൊരു പൂ വിരിയില്ലേ? അതൊക്കെ സത്യം തന്നെയാ. എന്നാൽ കൊഴിഞ്ഞ പൂവിനെ വീണ്ടും ചെടിയിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെയാ പ്രണയവും. ചിലർക്കത് ചെടി പോലെയായിരിക്കും, ഒന്ന് പോയാൽ മറ്റൊന്ന്. ചിലർക്കത് പൂ പോലെയായിരിക്കും, ഒരു തവണ പൂത്ത് കൊഴിഞ്ഞു പോയാൽ അവിടെ കൊണ്ട് തീരും, പിന്നെ അത് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റെ ഈ പ്രണയവും. ഇതാണോ നിങ്ങളുടെ മറുപടി? ഇല്ല, ഇതാ എൻ്റെ തീരുമാനം. ഈ തീരുമാനം നിങ്ങൾക്ക് സങ്കടമായിരിക്കാം, എന്നാൽ ഈ സങ്കടം പോലെ എനിക്കൊരു സുഖമാണ്. ഗുഡ് ബൈ. ഈ തീരുമാനം തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്ത തീരുമാനമല്ല, തൻ്റെ കാമുകിയെ ജീവിതാവസാനം വരെ ഓർക്കണം, അതിനുവേണ്ടി എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിനും ഒരു സുഖമുണ്ട്.